പ്രസാദേട്ടാ, ഹരിനോടാ പറയാനുള്ളത്. എപ്പോ നോക്കിയാലും പഞ്ചടിക്കുന്ന സിൽവർ ഒഴിച്ചിട്ടുള്ള പരിപാടിയില്ല അവർക്ക്. സിൽവർ അടിക്കുന്ന ഒരു ടീമിനെ കടത്തി വിടട്ടെ. പിന്നെന്താ അതല്ലേ നമുക്ക് കാണേണ്ടത്. ആരാണെന്ന് പറഞ്ഞുതരാം. സെൽവരാജ്, മനു കുമ്പാരി ആൻഡ് ശ്യാം. വിഷ്ണു എവിടാ? വിഷ്ണു നീ എവിടാടാ? വിഷ്ണു എടാ വിഷ്ണു വിഷ്ണു എന്ന് വിളിക്കുന്നല്ലാതെ വിഷ്ണു ആണ് ഇതുവരെ വന്നില്ലല്ലോ. നീ എന്റെ വിളി കേട്ടിട്ട് താൻ എന്നോട് അക്ഷരം വിട്ടിരുന്നു. ഞാൻ ഒറ്റത്തരാണ് ഇതിന് മൊത്തം കാരണക്കാരൻ. ഞാൻ എന്തോ ചെയ്ത്? എടാ താൻ ഇവിടുത്തെ അമ്പലത്തിൽ ആരാണ്? പ്രസിഡന്റ്. ആണാ? താനൊന്ന് ചിരിച്ചേ. കൊള്ളാം. താൻ അവിടെ സ്റ്റേജിൽ കയറി കാണിച്ചു എന്തുവാ? കുച്ചിപ്പൊടി. താൻ ഒന്നുകൂടെ ഒന്ന് ചിരിച്ചേ. ലോറിയിൽ കൊണ്ടുപോകുന്ന രാക്ഷസന്റെ ഫ്ലോട്ട്, അല്ലാതെ കുച്ചിപ്പൊടി മേലെ പറയാനായിട്ട് നിൽക്കരുത്. ഫ്ലോട്ട് എന്നെ വിളിച്ചത് പിന്നല്ലാതെ. ഇവിടെ താൻ ആ അമ്പലത്തിന്റെ സൈഡിൽ ഞാൻ മര്യാദക്ക് അവിടെ ആനയെ കൊണ്ട് കെട്ടിയിട്ടിരിക്കുവായിരുന്ന ആ സമയത്ത് താൻ കുച്ചിപ്പൊടി എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിച്ച് അത് കണ്ടോണ്ടാണ് എന്റെ ആന ചകലെ പൊട്ടിച്ച് ഓടി കാട്ടിലോട്ട് കയറിയത്. മനസ്സിലായോ? എന്റെ ഡാൻസിന്റെ കുഴപ്പമല്ലെന്ന്. സാധാരണ ഈ ആന എങ്ങനെയാണ് തളയ്ക്കുന്നത്? ഒന്നീ തെങ്ങില് അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള മരത്തില്. നീ എവിടെ തളച്ചത്? നീ വാഴയില്ലടാ നീ ആന തളച്ചത്. എന്തുകൊണ്ട് ഞാൻ അതിനെ വാഴയെ തളച്ച്? അത്രയ്ക്കും പാവപ്പെട്ട ഒരു ആന ആയതുകൊണ്ടാണ് ഞാൻ അതിനെ വാഴയെ തളച്ചു വെച്ചത്. ആ പാവപ്പെട്ട ആനയാണ് കുച്ചിപ്പൊടി കളിച്ച് താൻ പേടിപ്പിച്ചു വിട്ടത്. മനസ്സിലായോ? എന്താണെന്ന് എനിക്കറിയാമോ? 10 വർഷമായിട്ട് ഞാൻ എന്റെ മുതലാളിയുടെ കൂടെ നിൽക്കുവാണ്. ആദ്യമായിട്ടാണ് പുള്ളി കണ്ടെത്തി രാജൂര് വിളിക്കുന്നത്. അതേത് ആന? ആനയല്ല എന്റെ അച്ഛൻ. നൈസായിട്ട് പുള്ളി തന്തയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. കാരണം പുള്ളി ആനയല്ലേ കയറിപ്പോയത്. നിനക്ക് 10 വർഷം, ഞാൻ 40 കൊല്ലോട് നടക്കുന്നത് എന്റെ അരങ്ങേറ്റത്തിന്. കുച്ചിപ്പുടി അരങ്ങേറ്റം നടക്കുന്നത്. അത് നിനക്ക് വിഷമമില്ല. ആവി പിടിക്കേണ്ട പ്രായത്തിൽ അരങ്ങേറ്റം കൊണ്ടാക്കാൻ നടക്കുന്നത്. ഞാനിത് എന്തോ പറയാനാണെന്നാണ് ആലോചിക്കുന്നത്. നീ കിടന്ന് ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ ആനയെ ബുക്ക് ചെയ്താൽ ഞാൻ തന്നെയാണ്. അതാണ്. അപ്പൊ എനിക്ക് ഉത്തരവാദിത്വം ഉണ്ട്. നിന്റെ ആനയെ ഞാൻ കൊടുത്തരും. അതിനാണ് ഒരു മയക്ക് വെടിക്കാരനെ ഞാൻ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. ഈ മയക്ക് വെടിക്കാരൻ വരൂന്ന് പറഞ്ഞല്ലാതെ ഇതുവരെ ആളെ ഇങ്ങോട്ട് കാണുന്നില്ല. പറഞ്ഞു തീർന്നില്ല, ദേ വരുന്നു മയക്ക് വെടിക്കാരൻ. വന്നില്ലല്ലോ. പറഞ്ഞു തീർന്നില്ല, ദേ വരുന്നു മയക്ക് വെടിക്കാരൻ. വന്നില്ലല്ലോ. ഇങ്ങനെ പണയുമ്പോഴാണ് വരേണ്ടത്. വരാത്ത എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പോയി നോക്കിയിട്ട് വരാം. എന്തൊരു കഷ്ടമാണെന്ന്. അയ്യോ ദാണ്ട മുതലാളി വിളിക്കുന്നു. ഹലോ. അയ്യോ കണ്ടെത്തി രാജുവിനെ വിളിക്കല്ലേ മുതലാളി, വിളിക്കല്ലേ വിളിക്കല്ലേ. സത്യസത്യമായിട്ട് പറയല്ലോ, ഞാൻ എന്തോ ചെയ്യാനാണ്? ആന ഓടിപ്പോയതല്ലേ, കുഴപ്പമില്ല. ഇപ്പൊ എന്തായാലും മയക്ക് വെടി വെക്കാനുള്ള ആള് വരും. ഉടനെ അതിന്റെ എന്തെങ്കിലും മയക്ക് വെടി വെച്ച് പിടിക്കും. മുതലാളി വെച്ചോ, ഞാൻ എന്തായാലും അങ്ങോട്ട് വിളിക്കാം. ശരി. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇതാണ്, ഇവിടെയാണ് എന്റെ കളിയും ചിരിയൊക്കെ നടക്കുന്നത്. എന്താ സാറിന്റെ അഭിപ്രായം? അല്ല, അതിനെപ്പറ്റി ഞാൻ എന്തോ അഭിപ്രായം പറയാൻ. നമുക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ഇല്ല. സംഭവം ഓരോരുത്തരെ ഇഷ്ടം അനുസരിച്ചല്ലേ കാര്യങ്ങൾ ഇങ്ങനെ നമുക്കത് പറയാൻ പറ്റത്തില്ലല്ലോ. അല്ല സാർ, ഞാൻ ഈ സ്ഥലത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ സ്ഥലത്തിന്റെ ഇല്ലല്ലാതെ സാർ, ഇവിടെ വന്ന ആന നിന്നു, എന്നിട്ട് അങ്ങോട്ട് ഒരൊറ്റ പോക്കാ പോയി. അങ്ങോട്ടാണോ? അങ്ങോട്ട് പോണ്ട. അങ്ങോട്ട് പോട്ടെ. അല്ല, നിങ്ങൾ അങ്ങോട്ട് പോട്ടെ, ഞാൻ അങ്ങോട്ട് പോവാം. അത് കുഴപ്പമില്ല. വേറൊരു കാര്യം. എന്താണ് സാറിനെ ഞാൻ വിളിക്കട്ടോ എന്ന് ചോദിച്ചപ്പോ ഇവിടെ പലർക്കും താല്പര്യക്കുറവ് ഉണ്ടായിരുന്നു. ഓ തന്നെ അങ്ങനെ ഉണ്ട്. പിന്നെ എന്റെ പ്രത്യേക നിർബന്ധ പ്രകാരമാണ് സാറിനെ ഞാൻ ഇവിടെ വലിപ്പിച്ചേ. അല്ല, ഞാൻ അവിടെ എന്നെ വലിപ്പിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവരേണ്ടത് വിളിപ്പിച്ചെന്നാ സാർ. വിളിപ്പിച്ചെന്നാ പറഞ്ഞത്. പിന്നെ ആ നിക്കുന്ന ആനക്കാരനാ പാപ്പാനാ. പുള്ളിക്ക് തീരെ താല്പര്യക്കുറവുണ്ട്. അത് ഞാൻ സംസാരിക്കാം. എവിടാടാ വിഷ്ണു? ഇത് എവിടെ നോക്കിയാലും ഈ സംഭവം തന്നെ. വിഷ്ണു എവിടാ? വിഷ്ണു എവിടാ? ഈ വിളിക്കുന്ന കേൾക്കുന്ന അങ്ങോട്ട് പോയ സംസാരിച്ചാ പോരെ? വിഷ്ണു എന്നുള്ള ആനയുടെ പേരാണ് സാറേ. ആനയുടെ പേരാണ്. അല്ല മാഷേ, വരും. എന്താ സംഭവം? എന്താ? കജാകുജാന്നൊന്നും പറഞ്ഞാൽ ഇവിടെ ഒരു കാര്യം നടക്കൂല. വ്യക്തമായിട്ട് പറഞ്ഞാലേ മനസ്സിലാവും. ഇവിടെ ബോധം കെട്ട് വീണാ പൊക്കെടുത്ത് വെച്ച് കളിപ്പിക്കുന്ന ഫ്ലോറാണ്. അതുകൊണ്ട് കറക്റ്റായിട്ട് ഞാൻ രാത്രി ഒരു 8:30 ആയപ്പോഴത്തേക്ക് എന്റെ ആനയെ ഞാൻ കൊണ്ട് തളച്ചപ്പോഴത്തേക്കുമാണ് അമ്പലത്തിൽ നിന്ന് മറ്റേ ഡാൻസ് തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞത്. ഞാൻ ആ സ്റ്റേജിന്റെ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കേ നമ്മുടെ ലേഡീസ് സ്റ്റോറിൽ പോകുന്ന മഞ്ജു ചേച്ചി മോള്. മഞ്ജു ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാണ്ട് ഇത്രയുള്ള മുടിയൊക്കെ വെച്ചിട്ട് മറ്റേ ഈ കയ്യില്ലാത്ത ബ്ലൗസ് ഒക്കെ ഇട്ടുണ്ട്, നല്ല മുല്ലപ്പൂക്കെ വെച്ച് നല്ലൊരു. അപ്പൊ ചേച്ചി നേരെ മോളെ കൊണ്ട് കയറിട്ട് ചേച്ചി നേരെ സൈഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ. അല്ലല്ല, അത് വിട. ആനയുടെ കാര്യം പറ. ഞാനൊരു 8:30 മണിയായപ്പോഴത്തേക്കും ആനയെ തളച്ചല്ലോ. തളച്ച സമയത്താണ് നേരെ ഈ അനൗൺസ്മെന്റ് വരുന്നത്, ഡാൻസ് തുടങ്ങണത്. ഈ സമയത്ത് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും ലേഡീസ് സ്റ്റോർ നടത്തുന്ന മഞ്ജു ചേച്ചി മോളും കൂടിക്ക് വന്നു. ഈ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ മോളെ സ്റ്റേജിനകത്തോട്ട് കയറി. നീ വളച്ച കഥ വിട്ടിട്ട് തളച്ച കഥ പറയടാ. ഇത് എന്താണ് സംഭവം? എന്താണെന്ന് പറ. അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ആ കൊച്ചു കളിക്കാനായിട്ട് നിന്നപ്പോഴത്തേക്ക് ദാണ്ട ഈ അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ആ കൊച്ചിനെ മാറ്റിയിട്ട് പുള്ളി കരകയറണമെന്ന് പറഞ്ഞോണ്ട് നേരെ സ്റ്റേജിനകത്തോട്ട് കയറി ഇരുന്നിട്ട് തച്ചാങ്ക് തക്കച്ചോ എന്ന് പറഞ്ഞോണ്ട് ഒരു കുച്ചിപ്പൊടിയൊക്കെ കളിച്ചു. ഈ സമയത്ത് മടലൊടിയുന്ന ഒരൊച്ച ഞാൻ കേട്ടു. അപ്പോഴേ
ഇത്രയും ഞാൻ പുറത്തു നിന്ന് പറഞ്ഞാണ് ഇനി ബാക്കി കളിക്കല്ലേ കളിക്കല്ലേ എന്ന് പുള്ളി അത് ശ്രദ്ധിച്ചില്ല. തജാക്ക് തകച്ചക്ക തത്തോൻ ചതിച്ചോ എന്ന് പറയുന്നതും ചങ്ങല പൊട്ടുന്നതും സ്റ്റേജിന്റെ ഒരു സൈഡും കൊണ്ടൊരു പോക്കാണ് ഞാൻ കണ്ടത്. 16 മൈലുകളാണ് അവിടെ ഡാൻസ് കളിച്ചോണ്ടിരുന്നത്. ആന ഓടിയതിനു ശേഷം ഒറ്റ മൈലുകളെ ഞാൻ കണ്ടിട്ടില്ല. അത് തന്നെയല്ല, അതിന്റെ ഇടയ്ക്ക് പുലിയുണ്ടായിരുന്നു. സ്റ്റേജിന്റെ അടിയിൽ നിന്നാണ് പുലിയെ കിട്ടിയത്. ഈ പുള്ളിക്കാരൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. എടാ മഞ്ഞ പോളി, നിനക്ക് എന്തേറ്റ കുഴപ്പമാടാ? നിനക്ക് മഞ്ഞ പോളി, നിനക്ക് എന്തേറ്റ കുഴപ്പമാടാ നിനക്ക്? അല്ല സാറേ, ഇവ എന്റെ ഡാൻസ് കണ്ടിട്ടുണ്ടാ? എന്നിട്ടല്ലേ ഇവൻ അഭിപ്രായം പറയേണ്ടത്? ഇതിനെക്കാട്ടി മുട്ടക്കാട്ട് അമ്പലത്തിൽ ഞാൻ പരിപാടി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചിപ്പങ്കോട് ദേവി ക്ഷേത്രത്തിൽ. ചിപ്പങ്കോട് ദേവി ക്ഷേത്രത്തില് എന്റെ അരങ്ങേറ്റം വെച്ചിരുന്നു. അവിടെ അരങ്ങേറ്റം വെച്ചതും അവിടുത്തെ വിഗ്രഹം ആരോ മോടിച്ചോണ്ട് പോയി. അത് മോട്ടിച്ചോണ്ട് പോയതല്ല, ഇവൻ ഇവിടെ ഡാൻസ് കളിച്ചപ്പോഴേക്കും ദേവിക്ക് ഇഷ്ടപ്പെടാതെ ചിലപ്പോ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പോയത്. നീ ആരുടെ സംസാരിക്കുന്നത്? ഇവ കുറെ നേരത്തെ എന്നെ കളിയെടുത്ത നീ പ്രസിഡന്റ് സംസാരിക്കതാ. അല്ല മാഷേ, ഇതൊക്കെ എന്താണോ കുഴപ്പം? എടാ എന്താണോ കുഴപ്പം? ഞാൻ അങ്ങോട്ട് വന്നാണല്ലേ. എടാ എനക്ക് എന്താ നീ എന്റെ ചെറിയ കാര്യം? ഞാൻ അമ്പലത്തിലല്ല, പ്രസിഡന്റ് അല്ലടാ നീ. ബഹുമാനം വേണ്ടടാ. ഇവൻ എന്നെ അറിഞ്ഞൂടാ. ഇവന്റെ എന്റെ ഡാൻസ് അവരെ ഞാൻ കാണിക്കും. നാളെ 1001 പെണ്ണുങ്ങള് പൊങ്കാലുന്നുണ്ട്. അവിടെ എന്റെ അരങ്ങേറ്റം ഞാൻ വെക്കും. നിന്നെ ഞാൻ ഡാൻസ് കാണിക്കൂടാ. എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിന് പോണത്? ഓരോരുത്തര് പൊങ്കാലക്കാലത്തിന് അടി മേടിക്കണമെന്ന് തീരുമാനിക്കട്ടെ. കിട്ടട്ടെ, നിനക്കെന്താണ് കുഴപ്പം? ഇതിപ്പോ ഞാൻ പറഞ്ഞ കുഴപ്പം അതെന്തെങ്കിലും ആട്ടെ. എന്റെ വിഷ്ണുവാണ് കാട് കയറിയിരിക്കുവാണ്. എനിക്ക് മുതലാളിയുടെ അടുത്തോട്ട് എത്രയും പെട്ടെന്ന് അവനെ കൊണ്ടുപോകണം. എങ്ങനെയെങ്കിലും ഒന്ന് മയക്കുവെടി വെച്ചതാന്ന്. അല്ല, ഈ ആന എങ്ങനെ ഇരിക്കൂടാ? ഇത് ആന എങ്ങനെ ഇരിക്കും? ഇതിനു മുമ്പ് എത്ര ആനയെ വെടിവെച്ചിട്ടുണ്ട്? അല്ല, ഒത്തിരി ആനയെ വെച്ചിട്ടുണ്ട്. അല്ല, ആന എങ്ങനെ ഇരിക്കുമോ? എന്നിട്ട് പറയൂ ആന എങ്ങനെ ഇരിക്കുമെന്ന്. ആന ഇങ്ങനെ സംഭ്രമം കൂട്ടിയിരിക്കും. അല്ല, ആന എന്ത് അല്ലടാ എങ്ങനെയാണ് സാറേ? ഞാൻ അതായത് എന്തോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തുവാ? പുള്ളി ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. നമ്മള് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കുന്നത്. പുള്ളി ദേഷ്യപ്പെടേണ്ട കാര്യം. പക്ഷേ എനിക്ക് വ്യക്തമായിട്ട് ആനയെ കുറിച്ച് നല്ല രീതി അറിയാം. ഒരു കാര്യം, എന്റെ ആന ഇവിടെ വന്നതിന് ശേഷം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മറ്റൊരു ആനയ്ക്ക് ഇല്ലാത്ത സ്വഭാവം ആനയ്ക്കുണ്ട്. അത് പറ അതാണ് ഞാൻ ചോദിച്ചത്. നോട്ട് പോയിന്റ്. അത് പറ. അങ്ങനെ ഇങ്ങനെ വേറെ ആരും ചോദിച്ചാൽ ഞാൻ പറയാത്തതാണ്. സാറായോണ്ട് ഞാൻ പറഞ്ഞു തരാം. ഈ അവന്റെ ആന ഇങ്ങനെ നോക്കി നിന്നിട്ട് ഈ ചെവി ഇങ്ങനെ ഇങ്ങനെ ആട്ടുന്നു. ഞാൻ ചോദിച്ചതേ, നിങ്ങളുടെ ആനയ്ക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാന്നുള്ള കാര്യം. കാരണം എന്താ പറയുക, ആനയ്ക്ക് ഒരു അടയാളം, ചിലപ്പോ തുമ്പിക്കയിൽ കളർ വ്യത്യാസം പറ്റിച്ചാൽ അതിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് എന്തുവാ? ആനയുടെ ഞാൻ പറയട്ടെ, സത്യം പറയട്ടെ, നമ്മൾ ആനക്ക് അങ്ങനെ അടയാളം ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ആന എപ്പോ കണ്ടാലും എന്നെ ഇങ്ങനെ വിളിക്കും. മനസ്സിലായോ? എന്നെ കണ്ടു കഴിഞ്ഞാൽ നീ കൂടുതൽ സംസാരിക്കില്ലേ സാറേ? ഈ ആന പോകാൻ കാരണം അവന്റെ പിടിപ്പീടുണ്ടാണ്. പിടിപ്പീടുണ്ടാണ്. സാധാരണ ഒരു അമ്പലത്തിലെ ആന ഇത് കണക്ക് ബഹളം ഉണ്ടാക്കി പോയി കഴിഞ്ഞാൽ പാപ്പായി തോറ്റിട്ട് പിടിച്ചവിടെ നിലക്കി നിർത്തും. എന്റെ പിടിപ്പുകൾ എനിക്ക് കഴിവുകൊണ്ടാണ് ഞാൻ ഓടിയത്. അതെന്തോ വർത്തമാനാണ് ഞാൻ പറഞ്ഞത്. എന്റെ കഴിവുകൾ പിന്നല്ലാതെ. എടാ എന്നെ അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. അതായത് നമ്മുടെ പ്ലാച്ചലങ്കോട് അമ്പലത്തിൽ ആനയടഞ്ഞു. പ്ലാച്ചലങ്കോട് നല്ല സ്ഥലം. എന്റെ ദൈവമേ, ആനയടഞ്ഞ് അമ്പലം മൊത്തം അടിച്ച് പൊളിച്ച്. അതിന്റെ അപ്പുറത്താ 16 വണ്ടിയാണ് കുത്തിപറിച്ചത്. അവിടെയുള്ള കട മൊത്തം അങ്ങ് ആന അടിച്ചു തകർത്ത് നിൽക്കുക. ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്തു? കുളിമുറിയിൽ നിന്ന് കുളിച്ചോണ്ടിരിക്കുവാണ്. ഇത് ഞാൻ അറിഞ്ഞതും ഒന്നുമില്ലാതെ ഞാൻ അങ്ങോട്ട് വന്നത്. അതല്ലെന്ന്, ഈ തോട്ടി പടി ഒന്നും ഇല്ലാതെ ഞാൻ അങ്ങോട്ട് വന്നത്. അവിടെ വന്നപ്പോഴത്തേക്ക് ആന എന്നെ ചിറഞ്ഞൊരു നോട്ടം. ഞാൻ ആ സമയത്ത് എന്റെ കൈ ഇങ്ങനെ നേരെ അതിന്റെ കൃഷ്ണമണിയിലോട്ട് അങ്ങ് ചൂണ്ടി ഇങ്ങനെ അങ്ങ് കാണിച്ചതും ആന പെട്ടെന്ന് മുട്ടങ്ങ് മടക്കിട്ട് കൊമ്പെടുത്ത് നിലത്ത് കുത്തി നേരെ തറയിൽ എഴുതുക, മാപ്പ്, ഇനി ഞാൻ ഇത് ആവർത്തിക്കത്തില്ല. പിന്നല്ലാതെ അത്ര പേടിയല്ലേ എന്റെ. ഇതെങ്ങനെ സാധിക്കുന്നു? ഒരുപാട് നല്ല നല്ല പാപ്പാമാരുടെ കൂടെ ഒന്ന് പണി പിടിച്ചതല്ലേ, അങ്ങനെയൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ്. അതല്ല, ഈ നുണക്കഥ മീറ്റർ തെറ്റാതെ എങ്ങനെ അടിക്കാൻ എങ്ങനെ സാധിക്കുന്നു? ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാരണം നിങ്ങൾ ആനെ പിടിക്കാൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? എല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ടെന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ കാര്യങ്ങൾ? അതെല്ലാം കൊണ്ടുതാ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താ, അതെല്ലാം കാര്യം നടക്കുള്ളൂ. ആന അമ്മ പെട്ടെന്ന് കയറി വെടിവെക്കാൻ പറ്റൂ. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? പുഴുങ്ങിയ മുട്ടയാ? പുഴുങ്ങിയ മുട്ട. ഓക്കെ. തെച്ചിപ്പൂ ഉണ്ടല്ലോ അല്ലേ? തോർത്തുണ്ട്. ഉണ്ടല്ലോ. തെച്ചിപ്പൂ എന്ത് ചെയ്യും? മുന്തേൽ വെള്ളം ഉണ്ടല്ലേ? തെച്ചിപ്പൂ എടുത്ത് നെറുകന്തല വെക്കൂ. രണ്ടുപേരും വെക്കൂ. നെറുകന്തല വെ. എന്നിട്ട് ആനയെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചോ. പ്രാർത്ഥിക്കുന്നുണ്ടോ? കളിക്കല്ലേ? കഴിച്ച്
കഴിച്ചാ മൊന്തലേ ഉള്ളോ? തുറന്നു ഇതെന്താ സംഭവം എന്തോ സാറേ? രാവിലെ എനിക്ക് ഒരു താറാമുട്ട കഴിക്കുന്ന ശീലമുണ്ട്. അത് വേണം, അത് ഫസ്റ്റ് വേണോ എനിക്ക്? കഴിക്കാനുള്ളതാണ്. പിന്നെ അത് വേണ്ട, എന്നിട്ടല്ലേ വെടിയപ്പുള്ളൂ. പിന്നെ തെറ്റിപ്പോവാ. ഞങ്ങളുടെ ഉച്ചി വെച്ചെന്തിനാ? ഈ തെറ്റിപ്പൂവിന്റെ ബലത്തിലാണ് നിങ്ങൾ ഇതെല്ലാം മേടിച്ചത്. ഇല്ലെങ്കിൽ അത് വെക്കത്തില്ല നിങ്ങൾ. ഇതൊന്നും കൊണ്ടുവെക്കത്തില്ല ഇവിടെ. ഇത് ചുമ്മാ ഉടായ്പ പരിപാടിയും കൊണ്ട് നടക്കണം. ഇയാൾക്കൊന്നും അറിയത്തില്ല. ആക്ക് എനിക്കൊന്നും അറിയില്ല. എനിക്കൊന്നും അറിയത്തില്ല. നിങ്ങൾ ആടുത്താണ് എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറയുന്നത്. ആടുത്താണ് പറയുന്നത്. നിങ്ങൾക്കൊന്നും പറഞ്ഞു ഒരു നല്ലൊരു ആനയുടെ പേര് പറഞ്ഞാണ്. നല്ലൊരു ആനയുടെ പേര് പറഞ്ഞു. ജഗന്നാഥൻ. ജഗന്നാഥൻ. ചമ്പക്കര ജഗന്നാഥൻ. ആന ഭയങ്കര പ്രശ്നക്കാരനാണ്. ഭയങ്കര പ്രശ്നക്കാരൻ വെച്ചാൽ ഒരുപാട് പേരെ ഓട്ടിച്ചിട്ട് കുത്തിയിട്ടുണ്ട്. അങ്ങനെ അമ്പലത്തിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സമയത്ത് ഞാൻ അങ്ങോട്ട് ചെന്ന് മയക്കോടി വെക്കാനായിട്ട് ചെന്നപ്പോഴേ എന്നെ പത്തലൂരി ഒരു ഒറ്റ ആടി. ഞാൻ വിടോ, ഞാൻ പറഞ്ഞ് പാപ്പൻ്റെ തളയ്ക്കാൻ പറഞ്ഞ് ആന തളയ്ക്കാൻ പറഞ്ഞ് തളച്ചിട്ടേ 2 മാസം പട്ടിണി കിട്ടും. 2 മാസം വെള്ളം പോലും കൊടുക്കലെന്ന് പറഞ്ഞു. ജഗന്നാഥന് വെള്ളം പോലും കൊടുക്കലെന്ന് പറഞ്ഞു. 2 മാസം കഴിഞ്ഞപ്പോ എന്റെ വീട്ടിന്റെ സിറ്റ് ഔട്ടില്ലേ ഈ ചങ്ങല ഊരിക്കൊണ്ട് വെച്ചേക്കുന്ന ആന പട്ടിണിയല്ലേ. എന്നിട്ട് നേരെ തൊഴുത്തിൽ പോയി, പശുവിനെ കെട്ടിക്കണ തൊഴുത്തിൽ തുമ്പിക്കൈ ചുറ്റി സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നിന്ന് കാടി ഓടിക്കുന്നു. അങ്ങനെ ചെയ്യിപ്പിച്ചോളാണ് ഞാൻ. അപ്പൊ അതാണ് സാറ് പറഞ്ഞ ആന മരിഞ്ഞാ തൊഴുത്തി കിട്ടുമോ എന്ന് ചോദിക്കണത് അല്ലേ? ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതിനൊരു ക്ലൈമാക്സ് ഇല്ലായിരുന്നു. എന്റെ ഈ കഥ എവിടെ കൊണ്ടെത്തിക്കുമെന്നും പറഞ്ഞാൽ നിൽക്കുക. താങ്ക് യു. എത്രയും പെട്ടെന്ന് ആനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യം. സാറേ, നിങ്ങൾ എന്റെ ഒരു കാര്യം മനസ്സിലാക്കുക. എന്താണ് ഇയാളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കരുത്. ഇയാളുടെ ഡാൻസ് കാരണമാണ് എന്റെ ആന കാട്ടി കയറി പോയത്. നീ ഡാൻസ് കൊള്ളൂലെന്ന് പറഞ്ഞു. ഡാൻസ് ഒരു നിമിഷം കണ്ടിട്ടാണ് പറയേണ്ടത്. കൊള്ളൂലോ? എന്താ പരിപാടി? എന്താ സംഭവം? കുച്ചിപ്പൊടി. പിന്നല്ലാതെ എങ്ങനെ ഞാൻ കളിക്കണോ? അല്ല, അത് എങ്ങനെ സംഭവം? വേണോ? ഈ പാത്രത്തിന്റെ അടുത്ത് മേളിൽ കയറി എന്നിട്ട് ഡാൻസ് കളിക്കും. അത് കാണിച്ചു തരാം ഭഗവാനെ. ഓ, ഇതല്ലേ ഇത് സംഭവം. ആന 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 വന്നു. ആന നോക്ക്. നോക്കുന്ന ആന. നിക്ക് 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 പതുക്കെ. പതുക്കെ വെടി വെക്ക്. നോക്ക് നോക്ക്. ദാ അവിടെ നിൽക്കുന്നു. മിണ്ടരുത്. മിണ്ടരുത്. തോ 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 തോ. തോ തോ തോ. തോ തോ തോ. തോ തോ. ഇങ്ങോട്ട് കറങ്ങ്. ഇങ്ങോട്ട് കറങ്ങ്. ദേ ദേ. ഇവിടെ നിൽക്കുന്നു. ആന നിൽക്കുന്നു. അതിന്റെ ഇപ്പുറത്ത് നീ ഇവിടെ വൈപ്പ്. ഇത് നോക്ക് നിങ്ങൾ. ആന നിൽക്കുന്നത് കണ്ടോ? തോ 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 തോ. തോ നിൽക്കുന്ന ആന. തോ. ഇതെന്താ സംഭവം? എന്താ സംഭവം? എന്താ ഞാൻ അതിന്റെ പാട് നോക്കി പോയി. നിങ്ങൾ എന്തിനാണ് ഇത് കാണിക്കുന്നത്? വെടിയേക്കാൻ സമ്മതിക്കില്ല. ഡാൻസ് കാണാൻ പറഞ്ഞപ്പോഴേ നിങ്ങളല്ലേ പറഞ്ഞത്? ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തായാലും ഇപ്പൊ ഈ ആനയെ വെടിവെക്കാനായിട്ട് പോവാണ്. ഇത് വെടിവെച്ച് കഴിഞ്ഞാ എത്ര സമയത്തേക്ക് മയങ്ങും? ഇതൊരു 5 ദിവസത്തേക്ക് മയങ്ങും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ട്. ആനയെ വെടിവെക്കുമ്പോ അതിന്റെ തുമ്പിക്കൈ എത്താത്ത സ്ഥലത്ത് വേണം വെടിവെക്കാനായിട്ട്. അത് ഞാൻ ശ്രദ്ധിച്ചോ. കാരണം അല്ലെങ്കിൽ എന്തെന്നറിയാവോ, ഈ തുമ്പിക്കൈ എത്തുവാണെന്നുണ്ടെങ്കിൽ ആന ഇത് പറിച്ചൊക്കെ കളയും. പിന്നെ നോക്കണം. ശ്രദ്ധിച്ചോളാം. അവിടെ ഉണ്ടാ വെക്കട്ടാ. നോക്കിയോ? വെച്ചോ വെച്ചോ. ചെന്നെടുത്ത വണ്ടിയെല്ലാം കൊണ്ട് പോയിട്ട് ആനക്ക് കൊണ്ടില്ല. ആനയ്ക്ക് കൊണ്ടില്ലേ? ആനക്ക് കൊണ്ടില്ലെന്ന്. പിന്നെ ഞാൻ വിട്ടിപ്പോ വെച്ച വെടി ആനക്കൊണ്ടില്ല. ഓ ഇല്ല, തെങ്ങിന്റെ മണ്ടല തേങ്ങയിലിരിക്കും. നിങ്ങൾ എവിടെ കൊള്ളിക്കണോന്നാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞെന്തോ ആനയുടെ തുമ്പിക്ക് എത്താത്ത സ്ഥലത്ത് കൊള്ളിക്കണോ? ആന തുമ്പിക്കൈ കൊണ്ട് ആ തെങ്ങിന്റെ മുകളിൽ എത്തോ? അവിടെ തന്നെ കൊള്ളിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതോടെ ഞാൻ ആ തേങ്ങയിൽ നെറ്റിപ്പട്ടോ കെട്ടി തോട്ടി പടി കൊണ്ട് നടക്കണമെന്നാണ് പറഞ്ഞത്. ആന ഞാൻ വെടിവെച്ചത്. ഞാൻ കൊണ്ടുപോയി ദൈവമേ, സമാധാനമായി. ആന എന്തായാലും വെടിവെച്ചില്ല. എനിക്കിനി കറക്റ്റായിട്ട് ആനയെ തിളക്കുക, മുതലാളിയുടെ അടുത്തോട്ട് പോവുക, കണ്ടത്തിൽ രാജ്യം വിളി വെക്കാതിരിക്കുക. അതാണ് എന്റെ സന്തോഷമായിട്ട്. ഒരുപാട് സന്തോഷം. അപ്പൊ ചെങ്ങന്നൂർ അമ്പലത്തിന്റെ പിറകുവശത്ത് ഹൗസ് നമ്പർ 412. ഭാര്യയുടെ പേര് വനജ. അറിഞ്ഞിരിക്കണം. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? വെടി കൊണ്ടത് എന്റെ മൂട്ടിലാണ്. അതെന്നെ എപ്പോ വേണോ മയങ്ങി വീഴാം. കൊച്ചുപടി സൂക്ഷിച്ച് വെയ്യടാ പിടി. സെൽവരാജ്, ശ്യാമേ, മനു കുമ്പാരി, നന്നായിരുന്നട്ടാ. നമുക്കിനി ഇവരോടും കൂടി ചോദിച്ചു നോക്കാം. ഹരി, എന്താ പറയാനുള്ളത്? സെൽവരാജ്, ചേട്ടാ അടിപൊളിയായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല രസകരമായി. നിങ്ങളുടെ ഒരു ചാനൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾ വളരെ രസകരമായി അവതരിപ്പിക്കുകയും നിങ്ങളും ചിരിക്കുമെന്ന് തോന്നുന്നു, മറ്റുള്ളവരെയും നല്ലോണം ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ടീമാണ്. എന്തായാലും നമ്മുടെ ഡയറക്ടറെ ഒന്ന് ട്രോൾ ചെയ്തിട്ടുണ്ട്. കാരണം
ബോധം കെട്ട് വീണാലും ഇവിടെ കളിപ്പിക്കും. ശരിയാണ്, ഭയങ്കര ഹാർഡ് വർക്കിങ് ചെയ്യിപ്പിക്കുന്ന, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യിപ്പിക്കുന്നൊരു ഫ്ലോർ കൂടാണ്. നിങ്ങളുടെ ഉള്ളിൽ എന്ത് സ്റ്റഫ് ഉണ്ടെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലോറിൽ അത് ഊറ്റിയെടുക്കാറുണ്ട്. ഏതൊരു കുഞ്ഞു കഴിവിനെ പോലും ഊറ്റിയെടുക്കുന്നൊരു ഫ്ലോറാണ്. അങ്ങനെ നിങ്ങളെ ഫ്ലോറിനെയും ട്രോളിയെങ്കിലും സത്യസന്ധമായിട്ടാണ് അത് പറഞ്ഞത്. പിന്നെ എനിക്കിതിൽ ഏറ്റവും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ എൻ്റെ എക്സ്പീരിയൻസിലുള്ളത് ഈ മഞ്ജു ചേച്ചിയുടെ കാര്യം പറഞ്ഞിട്ട് വലിച്ചു നീട്ടുന്ന കാര്യമില്ലേ, ഇത് ഞാൻ ദിവസവും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ചില അമ്മമാരൊക്കെ വന്നിട്ട് ചിലപ്പം മോൻ്റെ വിവാഹത്തിൻ്റെ പറയുന്നതിനായിരിക്കും വരുന്നത്, അത്രേ കാര്യം കാണൂ. മോനെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മോനോട് പറയാനുണ്ട്. മോൻ്റെ കല്യാണം മാത്രമായിരിക്കും പ്രശ്നം. മോനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നു വരുമ്പം ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഒരു ഓട്ടോ വന്ന് ഇന്ന് മോനെ കയറുന്നു ചോദിച്ചത് ആരാന്നറിയോ? അപ്പുറത്തെ രാമചന്ദ്രൻ്റെ മോൻ. അവനുമായിട്ട് ഞാൻ യോജിക്കത്തില്ല. അതെന്താ കാര്യം? അവൻ പണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന കാര്യത്തിൽ നിന്ന് അങ്ങ് 10 കിലോമീറ്റർ അപ്പുറം പോവും. നമ്മൾ വീണ്ടും അമ്മയെ ഈ പോയിന്റിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ പിന്നെയും കുറച്ച് വന്നിട്ട് മോനെ ആ ബസ് സ്റ്റാൻഡിൽ വന്നു, അവിടെ പണ്ട് ബസ് ഇടിച്ചിട്ടുണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയാണ് ആ മഞ്ജു ചേച്ചിയുടെ കാര്യം കേട്ടപ്പം എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നിങ്ങളുടെ ഒരു നാച്ചുറൽ ആക്ടിംഗ് ഉണ്ട്. അത് നിങ്ങളെ കാണുമ്പോൾ തന്നെ നമുക്ക് ചിരിക്കാൻ തോന്നുന്ന ഒരു ആക്ടിംഗ് ഉണ്ട്. അത് ഇത്തവണയും ഉണ്ടായിരുന്നു. നല്ല ഓൾ ഓവർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പെർഫോമൻസ് ആണ്. നല്ല രസകരമായി നിങ്ങളത് അവതരിപ്പിക്കുകയും ചെയ്തു. കൺഗ്രാറ്റ്സ്. പ്രസാദ് ചേട്ടാ. ചേട്ടാ കൊള്ളായിരുന്നു, സബ്ജക്റ്റ് കൊള്ളായിരുന്നു, തെറ്റില്ല കേട്ടോ. പക്ഷെ നിങ്ങളുടെ സാധാരണ കാണിക്കുന്ന പരിപാടികളുടെ അത്രയും ചിരി വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാൽ പോലും നിങ്ങളുടെ പെർഫോമൻസിൻ്റെ സൈഡൊക്കെ നിങ്ങൾ വളരെ ബെറ്ററാണ്. വെറൈറ്റി ആയിട്ടുള്ള ഒരു തീമാണ്. ആനയുടെ കാര്യം പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേ ആനയെ ആദ്യം വെടിവെക്കുമ്പോഴും അതേ ശബ്ദം തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതാദ്യം ആ ശബ്ദം വേണ്ടായിരുന്നു. രണ്ടാമതാണ് ശരിക്കും ആന അപ്പോഴും ആനയുടെ ശബ്ദം കാണിച്ചു. ആനക്കെട്ടല്ലോ വെടി കൊള്ളുന്നത്. വെടിപൊട്ടണ കേട്ടിട്ട് പേടിച്ച് കരയുന്നതാണല്ലേ. അപ്പം ആനയുടെ കരച്ചിൽ എന്താ കേട്ടെന്ന് പേടിച്ച് കരയണമെന്നുള്ളത് പെട്ടെന്ന് നമ്മൾ കൺവിൻസ്ഡ് ആയില്ല, മനസ്സിലായി. അപ്പോൾ അത് കൊണ്ടത് ഇയാൾക്കായിരുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു ക്ലൈമാക്സ്. അത് വേണമെങ്കിൽ ഓടി വരായിരുന്നു അടിയും കൊണ്ട്. പക്ഷേ ഇപ്പം പതുക്കെ നടന്നു വന്നിട്ടാണല്ലോ ഈ താഴെ വീഴുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ മൈനസ് പോയിന്റ് മാത്രം തോന്നിയിട്ടുള്ളൂ. ബാക്കി നിങ്ങളുടെ കുറേ കഥകൾ ഇദ്ദേഹം പറഞ്ഞു, ഹരി പറഞ്ഞ കഥകളൊക്കെ തന്നെയാണ് എനിക്കും ഇഷ്ടപ്പെട്ടത്. പിന്നെ ആ കുച്ചിപ്പുടിയുടെ കാര്യവും അതുപോലെ തന്നെ ഇയാളുടെ കുച്ചിപ്പുടിയുടെ ഒരു ബോറാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പുള്ളിക്ക് മാത്രം മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ സൈഡെല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ കുറേ സൈഡുകൾ അതിനകത്ത് ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഒരു പെർഫോമൻസിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ എല്ലാം രാജാക്കന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് ആ സൈഡ് വളരെ നന്നായി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ചേട്ടാ. ഗംഭീര സ്കിറ്റായിട്ട് അടുത്ത പ്രാവശ്യം വരിക. കുറേ കൂടി ചിരിപ്പിക്കുന്ന സാധനം കൊണ്ടുവരിക. ഈ പറഞ്ഞ പോലെ രണ്ടുപേരും പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇനിയിപ്പോൾ അത് ആവർത്തിച്ചത് കാര്യമില്ലല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നത് നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. നല്ല സ്കിറ്റാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വേഷം വിധാനങ്ങൾ നല്ലതായിരുന്നു. നിങ്ങൾ ഓരോ ക്യാരക്ടറും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് സെൽവരാജിൻ്റെയും അല്ലെങ്കിൽ ശ്യാമിൻ്റെ അല്ലെങ്കിൽ മനുവൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, ഒരു കോമഡിയുടെ, അത് ഇതിനകത്ത് കുറച്ച് കുറവായിരുന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇത്തിരി നീട്ടമുള്ള കൗണ്ടറുകളല്ലായിരുന്നു, കഥകളായിരുന്നു. അതെ, 3 പേരിൽ നിന്ന് നമുക്ക് ഇത് കുറച്ച് കഥകളാണ്. കഥകൾ പറയുമ്പോൾ കുറച്ച് ലെങ്ത് ഉണ്ടാവുമല്ലോ. മറ്റൊരു ഗിവ് ആൻഡ് ടേക്ക് സംഭവം അല്ലാത്തത് കൊണ്ട്. പക്ഷെ അതൊക്കെ നല്ലതായിരുന്നു, നല്ല കഥകളായിരുന്നു. എല്ലാം 3 പേര് പറഞ്ഞ കഥകളൊക്കെ നല്ല കഥകളായിരുന്നു. ഈ ആനനെ കൊണ്ട് മറ്റേ മാപ്പ് പറയിപ്പിക്കണം, ആന മാപ്പ് പറയണതും. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ കുറേയും കൂടി ആകാംക്ഷ ഭരിതരായിട്ടിരുന്നു പോയത് ഈ ശ്യാമിൻ്റെ ഈ ഒരു പെർഫോമൻസ്, ഇതൊക്കെ കൊടുത്തുകൊണ്ട് നേരത്തെ പറഞ്ഞുകൊണ്ട് മഞ്ഞപോളി പോലെ തോന്നുന്ന അത് കുറച്ചും കൂടി പ്രതീക്ഷിച്ചിരുന്നു ഞങ്ങൾ. കാരണം അത് ഇവര് എയിം ചെയ്ത് നിൽക്കുമ്പോൾ, തോക്കാട്ടി എയിം ചെയ്ത് നിൽക്കുമ്പോൾ അത് നന്നായിരുന്നു. അത് നല്ല സാധനമായിരുന്നു. അവിടെ വന്നിട്ട് പാത്രം വെച്ചിട്ട് അവിടെ നിന്ന് കളിക്കുന്ന സാധനങ്ങൾ കാരണം ആരും മൈൻഡ് ചെയ്യാനില്ല. അതുപോലത്തെ കുറച്ചും കൂടി അങ്ങനെ ആക്ഷനും കുറച്ചും കൂടി വെർബലായിട്ടുള്ള കുറച്ചും കൂടി തമാശ ഇയാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ കോസ്റ്റ്യൂം ഉൾപ്പെടെ കാണുമ്പോൾ ഒരു നല്ലൊരു എഫക്റ്റ് ഉണ്ടായിരുന്നില്ല നമുക്ക്. ബാക്കി നിങ്ങളുടെ അവതരണങ്ങളും കാര്യങ്ങളും കണ്ടന്റും അത് പിടിച്ചുള്ള കാര്യങ്ങളെല്ലാം നന്നായിരുന്നു കേട്ടോ. അപ്പം നേരത്തെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് താഴെയാണെന്ന് മാത്രമേ പറയാനുള്ളൂ. ബാക്കി അറിയാലോ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീരമാക്കിയാൽ മതി. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എനിക്ക് എത്ര പറയാനുള്ളൂ. ഓക്കെ, ബാക്കി നിങ്ങളെല്ലാം ശരിയായിക്കോളും. ഇനി മാർക്കിലേക്ക് പോകാൻ വേണമെങ്കിൽ നമുക്ക് പ്രസാദ് ഏട്ടനോട് ചോദിക്കാം. മാർക്ക് എത്രയാണെന്ന്. പ്രസാദ് ഏട്ടാ? ഞാനൊരു 15,000 തുടങ്ങുന്നു. 15,000. ഓക്കെ. ഇനി ഹരി എത്ര കൊടുക്കണേ? എന്താണെങ്കിലും നിങ്ങൾക്കൊരു 14,000 രൂപ, ഒരു 1,000 രൂപ താഴ്ത്തിയിട്ടുണ്ട്. 29,000 രൂപ ആയിട്ടുണ്ട്. ബാലൻസ് ഉള്ളത് ഞാനങ്ങ് തന്നിരിക്കാം. പിടിച്ചോ, ബാക്കിലേക്ക് നോക്കൂ. ഒന്നും പോരാ. നമ്മുടെ എമൗണ്ട് അല്ലേ ഇതല്ലേ? അല്ലേ? സ്കിറ്റ് മോശം പറയാനൊന്നുമില്ല. സ്കിറ്റ് അടിപൊളി സ്കിറ്റ് തന്നെയായിരുന്നു. പക്ഷേ മറ്റുള്ള മുൻപുള്ള പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു ഇത്തിരി താഴെ ഇരുന്ന് മാത്രമേ ഉള്ളൂ. അത് അടുത്ത പ്രാവശ്യം ഡെവലപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
ഹരി പ്രസാദ് ഏട്ടാ, ആ. ഇത്രയും തമാശകളൊക്കെ നമ്മൾ കേട്ടില്ലേ? ആ. ഇനി വേറൊരു വെറൈറ്റി കണ്ടന്റ് ഉള്ള ഒരു സംഭവം വരുന്നുണ്ട്. എന്താണ്? ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ഒരു കൊച്ചു സുന്ദരി, അതായത് നമ്മുടെ മലമ്പുഴ, പാലക്കാട് മലമ്പുഴ ഡാമിന്റെ അടുത്ത് നിന്ന് വരുന്ന ഒരു കൊച്ചു സുന്ദരി. അപ്പൊ വെൽക്കം ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സുന്ദരി വന്നതിന് ശേഷം നമുക്കറിയാം. എന്താ പേര്? അൽക്ക. അൽക്ക. അൽക്ക, കമോൺ. ഹലോ അൽക്ക, ഹായ്. നമസ്കാരം. നമസ്കാരം. എന്താണ് വിശേഷം? സുഖാണ്. അൽക്ക എത്രാം ക്ലാസ്സിലാണ് പഠിക്കണത്? 6th 6ാം ക്ലാസ്സിൽ അല്ലേ? ഓ. അപ്പൊ എവിടെയാണ് മലമ്പുഴയില്? മലമ്പുഴ തോട്ടപ്പുര. തോട്ടപ്പുര. ആ. ഡാമിന്റെ അടുത്താണോ മോളെ? ഡാമിന്റെ അടുത്തല്ല, അത്ര അടുത്തല്ല. ഞങ്ങൾ ഡാം കാണാൻ വന്ന മോൾ എവിടൊക്കെ കൊണ്ട് കാണിക്കും? ഫാൻസി പാർക്ക്, മലമ്പുഴ. പിന്നെ മലമ്പുഴ ഇപ്പൊ പണിയിലാണ്, ഇപ്പൊ തുറന്നിട്ടില്ല. ആ, അയ്യോ. അയ്യോ. അപ്പൊ വെള്ളമൊക്കെ മാറ്റി വെച്ചാ എങ്ങനെയാണത്? വെള്ളം മാറ്റിയിട്ടില്ല, പാർക്കൊക്കെ പണി ചെയ്യാണ് ഇപ്പൊ. ഓ, പാർക്കിലാണ് പണിയല്ലേ? ആ. ഡാമില് പണിയല്ല അല്ലേ? തൊട്ടിപ്പുറത്തുള്ള പാർക്കിലല്ലേ? ഓഹോ. ഡാമില് വെള്ളമൊന്നുമില്ല. അതെ, പിന്നെ ഡാം പറ്റി കെട്ടിയ വരുന്ന കിടക്കാളോ? എനിക്കറിയില്ല. മോൾ അവിടെ പോയിട്ടുണ്ടോ? ഓ, വെള്ളമില്ല. ഡാമിന്റെ വെള്ളമില്ല. മോളിൽ കയറിയിട്ടില്ല? മോളില് ഇല്ല. ആ. ഇത്ര അടുത്ത് കിടക്കുന്ന ആള് ഡാം, നമ്മുടെ അടുത്തുള്ള ഡാമിന്റെ മുകളിൽ കയറിയിട്ടില്ലേ? അതെന്താണത്? ഇപ്പൊ പോയിട്ടൊന്നുമില്ല, പണ്ട് പോയിണ്ടാവും. പണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ 6ാം ക്ലാസ്സിലേ പഠിക്കണുള്ളൂ. പിന്നെ ഓ പണ്ട് ഉണ്ട്. ആ. കുഞ്ഞിലെ ഞങ്ങൾ 3 അങ്കിൾമാരോട് ഈ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ വരികയാണെന്ന് വെച്ചോ, മോളെ ഞങ്ങൾ എന്ത് ഫുഡ് മേടിച്ചു തരും? അവിടെ കുമ്പളങ്ങ ചിക്കൻ കറി. ആ, അവിടുത്തെ ഒരു വെറൈറ്റിയാ. അവിടുത്തെ ഒരു വെറൈറ്റിയാ അത്. കാരണം അത് ഈ സാമ്പാറൊക്കെ പോലെ തന്നെയാണ്. കാരണം ഭയങ്കര റെഗുലർ ആയിട്ടാണ്. കാരണം എവിടെ ഏത് ഹോട്ടലിൽ ചെന്നാലും ഇങ്ങനെ ചാറ് പോലെ ഇരിക്കും. അതിനകത്ത് ചിക്കൻ ഉണ്ടാവും, കുമ്പളങ്ങയുടെ കഷ്ണം ഉണ്ടാവും, സാമ്പാർ പോലെ ഇരിക്കും. വേറെ കഷ്ണങ്ങളൊന്നുമില്ല അല്ലേ? കുമ്പളങ്ങ മാത്രം ഉണ്ടാവും. പക്ഷെ ഭയങ്കര ടേസ്റ്റ് അത്. നോക്കത് വെക്കാൻ അറിയോ? അയ്യേ, ഞാൻ കഴിക്കുകയില്ല. ആഹാ, ഇത്രയും ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ട് ഞാൻ കഴിക്കൂലെന്നാ. ഞാൻ കഴിക്കില്ല, നമുക്ക് മേടിച്ചു തരുന്നത്. ആ അത് ശരി. ഓക്കേ. അപ്പൊ എന്താണ് മോളുടെ ഇന്നത്തെ പെർഫോമൻസ്? അതൊന്ന് കാണണമല്ലോ അടുത്ത്. എന്തൊക്കെയാണ്? സ്റ്റാൻഡപ്പ്. സ്റ്റാൻഡപ്പ്. ഓക്കെ ഓക്കെ. എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടോ സ്റ്റാൻഡപ്പിന്? അല്ലെങ്കിൽ മൂഡ്. ഏതാ? മൂഡ്. 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 ഓക്കെ ഏത് ഓക്കെ. മൂഡ് എന്ന് പറയുന്നത്? ഈ പല മൂഡുകളുണ്ടല്ലോ നമുക്ക് അല്ലേ? അവസ്ഥകള്. ആ മൂഡ്. കാണാല്ലേ? ഓക്കെ ഓക്കെ. ആ, അപ്പൊ നമുക്ക് കണ്ട് തന്നെ അറിയാം. എന്തായാലും മോള് തുടങ്ങാം. നമുക്ക് മൂഡ് പോരട്ടെ. ഓക്കെ. നമസ്കാരം, ഞാൻ അൽക്ക. പലരോടും ഞാൻ എന്റെ പേര് പറയുമ്പോ അഴുക്ക എന്നാണ് കേൾക്കാറ്. അതുകൊണ്ട് ഇനി കേൾക്കുമ്പോഴെങ്കിലും എന്റെ പേര് കൃത്യമായി അൽക്കാന്ന് തന്നെ വിളിക്കണേ. ഇനി കാലത്തിലേക്ക് വരാം. ഞാൻ എന്നും വൈകിട്ട് സ്കൂൾ വിട്ട് വീട്ടിൽ വരുമ്പോ മൂഡ് ഔട്ടായാണ് ഇരിക്കാറ്. എന്നാ പിന്നെ ഈ ഔട്ടായ മൂടും കൊണ്ട് ഇവിടെ വന്നാലോ എന്ന് ചിന്തിച്ചു. അതാകുമ്പോ ഒരു കണ്ടന്റും കൂടി ആവൂലോ. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ കണ്ടന്റിനെ പറ്റി ഏകദേശം ഒരു ഊഹം കിട്ടിക്കാണും. അതേ സുഹൃത്തുക്കളെ, ഇന്നത്തെ എന്റെ കണ്ടന്റ് ആണ് മൂഡ്. ഈ കണ്ടന്റ് കേട്ട പാടെ നിങ്ങൾ ആരും മൂടോട്ടാവരുതേ, മൂഡ് ഓണാക്കി തന്നെ വെക്കണേ. ശരിക്കും ഈ മൂഡിന്റെ മലയാളാർത്ഥം മാനസികാവസ്ഥയാണത്രേ. ഞാൻ വീട്ടിൽ നിൽക്കുമ്പോ പലപ്പോഴായി കേൾക്കാറുണ്ട് എന്റെ അമ്മ ഒലക്കയുടെ മൂട് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഒലക്കയുടെ മൂടാണ്, അല്ലാതെ അൽക്കയുടെ മൂടല്ല. അപ്പൊ ഞാൻ ചിന്തിക്കും, ഈ ഒലക്കയ്ക്ക് ഇതിന് മാത്രം എന്ത് മാനസികാവസ്ഥയാണ് ഉള്ളത് എന്ന്. സ്കൂൾ പോകണ്ട, പരീക്ഷ എഴുതണ്ട, മാർക്ക് കുറഞ്ഞ് വീട്ടിൽ വരുമ്പോ മൂടൗട്ടായിരിക്കുന്ന എൻ്റെ അമ്മയുടെ മുഖവും കാണണ്ട. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിൽ കുറച്ച് വിരുന്നുകാർ വരുന്നത്. വേറെ ആരല്ല, എൻ്റെ മാമനും മാമിയും. മാമൻ വന്നപാടെ എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ തന്നു. മൂടോട് കൂടിയുള്ള കാച്ചിൽ, മൂടോട് കൂടിയുള്ള ചേമ്പ്, മൂടോട് കൂടിയുള്ള കപ്പ. ഇത്രയും മൂടുള്ള സാധനങ്ങൾ മാമൻ എനിക്ക് തരുമ്പോഴും മാമിയുടെ മുഖത്ത് ഒരു മൂട് ഞാൻ കണ്ടില്ല. അപ്പോഴാ ആ നെട്ടിക്കുന്ന സത്യം ഞാൻ അറിയുന്നത്. മാമിക്ക് മൂഡ് സിങ്സ് ആണത്രേ. ചേമ്പിന്റെയും കപ്പയുടെയും മൂട് നോക്കുന്ന സമയത്ത് മാമൻ മാമിയുടെ മൂഡ് സിങ്സ് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ മാമൻ ഇപ്പൊ മൂട്ടിൽ തീ പിടിച്ച പോലെ ഓടണ്ടായിരുന്നു. പക്ഷേ ഈ ഇടയ്ക്കാണ് ഞാൻ മറ്റൊരു നെട്ടിക്കുന്ന സത്യം കൂടി അറിയുന്നത്. എന്റെ വീട്ടിൽ AC വരെ മൂഡ് സിങ്സ് ഉണ്ട് എന്ന്. ആ സത്യാണെന്നേ. ആ റിമോട്ട് എടുത്ത് ഏത് മോഡിലിട്ടാലും അതെന്റെ ഇഷ്ടത്തിലേ സിങ് ചെയ്യാറുള്ളൂ. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഈ AC വരെ മൂഡ് സിങ്സ് ഉണ്ട് എന്ന്. അപ്പോ മൂഡുകൾ പലവിധമുണ്ട്. കല്യാണത്തിന് മൂഡ്, അടിയന്തരത്തിന് വേറൊരു മൂഡ്, കല്യാണ ചെക്കിനൊരു മൂഡ്, പെണ്ണിന് മറ്റെന്തോ ഒരു മൂഡ്. എന്തിന് ഇല മാത്രം ബാക്കി വെച്ച് കുറ്റം പറയുന്ന അമ്മാവനെ മറ്റെന്തോ ഒരു മൂഡ്. അടിയന്തരത്തിനാണെങ്കിലോ ആകെ ഒരു മൂഡ്, ശോക മൂഡ്. പക്ഷെ തമിഴ്നാട്ടിലാണെങ്കിലോ പൊളി മൂഡ്. അമ്മയും ഞാനും കൂടി ഇന്നലെ പാർക്കിൽ പോയേ. ഞങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന കാമുകിനോട് പറയാ, ഞാൻ നിന്റെ സ്കിബിഡിയായിരുന്നു.
ആദ്യമായിട്ട് എൻ്റെ അമ്മ എന്നോട് ചോദിക്കാ എന്തിനാ മോളെ അവരിപ്പോ കബഡി കളിക്കാൻ പോണേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ ഈ പൂക്കി സ്കിബിഡി എന്നുള്ളതൊക്കെ ഞങ്ങൾ 2K കിഡ്സിന്റെ പുതിയ മൂഡ് പഠിച്ചാണ് അമ്മേന്ന്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കുടിക്കുന്ന നടന്നേണ്ടി സർബത്ത് കുടിക്കാറില്ലേ നിങ്ങള്? അപ്പോ ഈ നറുനീടിയുടെ മൂടെടുത്തിട്ടാണത്രേ ഈ സർബത്ത് ഉണ്ടാക്കുന്നത്. എവിടെ നിന്ന് വന്നാലും അത് കുടിക്കാൻ നല്ല മൂടാണ്. ഈ ഇടയ്ക്കാണ് ഞാൻ മൂടിന് പ്രസക്തിയുള്ള ഒരു സ്ഥലത്ത് പോകുന്നത്. കൊല്ലം ജില്ലയിലെ അഞ്ചാല് മൂട് എന്ന സ്ഥലം. അവിടെ പോയപ്പോഴേ രസം. പ്ലാമൂട്, ആൽത്തറമൂട്, പൂലനിമൂട് എന്നിങ്ങനെ ഒരുപാട് മൂള സ്ഥലമാണ് കൊല്ലം. കൊല്ലംകാരെ പറ്റി പൊതുവെ ഒരു അഭിപ്രായം ഉണ്ട്, പെട്ടെന്ന് മൂട് മാറുന്നവരാണ്. അത് പപ്പടമൊക്കെ ഓർക്കുമ്പോഴാണ് കൊല്ലംകാര് നല്ല മൂടുള്ളവരാണെന്നേ. അപ്പൊ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ണിച്ചേട്ടന്മാരുണ്ടാവൂലേ? അതുപോലെ തന്നെ എന്റെ നാട്ടിലുണ്ട് ഒരു ഉണ്ണിച്ചേട്ടൻ. പുള്ളി എപ്പോ ഞങ്ങളെ കണ്ടാലും അടുത്ത് വന്ന് നിന്ന് പറയും ട്രിപ്പ് മൂടാണ് എന്ന്. ഞാൻ വിചാരിച്ചത് വല്ല ഊട്ടിക്കോ ഗോവയ്ക്കോ ട്രിപ്പ് പോണ കാര്യം വല്ല ആയിരിക്കും എന്നാണ്. ഇന്നലെ എക്സൈസ്കാര് പുള്ളിയുടെ വീട്ടിൽ വന്നപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. പുള്ളിയുടെ ട്രിപ്പ് മൂട് വേറെയാണ് ജീവച്ചേട്ടാ. അയ്യോ ജീവച്ചേട്ടനില്ലല്ലോ, എന്റെ മൂട് അങ്ങനെ പോയി. ചേട്ടാ അപ്പൊ എല്ലാ നാട്ടിലും കാണും ഇങ്ങനെ നല്ലവനായ ഉണ്ണി അല്ല ചേട്ടന്മാരെ. അപ്പോ ഈ കഴിഞ്ഞ ഓണമൊക്കെ എല്ലാവരും നന്നായി ആഘോഷിച്ചാണ്. മൂട് ഊന്നിരിക്കാൻ ആർക്കും സമയം കിട്ടിക്കാണില്ല. പക്ഷേ ആ ഓണത്തിന് ഒരു മൂഡ് സോങ് ഇറങ്ങി. സദ്യക്കും പപ്പടത്തിനും മുണ്ടിനും എന്തിനാ സാരിക്ക് വരെ മൂടുണ്ടെന്നും തെളിയിച്ചൊരു സോങ്. ഏത് മൂട് അതം മൂട്, ഏത് മൂട് പൂക്കള് മൂട്, ഏത് മൂട് മുണ്ട് മൂട്, ഏത് മൂട് സാരി മൂട്, ഏത് മൂട് സദ്യ മൂട്, ഏത് മൂട് പായസം മൂട്, ഏത് മൂട് പപ്പടം മൂട്, ഏത് മൂട് പൊളി മൂട്. അപ്പോ ഈ വർഷം എല്ലാവരുടെയും മൂട് നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സൂപ്പർ സൂപ്പർ സൂപ്പർ. അൽക്ക കലകിട്ടാ കലകി. താങ്ക് യു. അടിപൊളി അടിപൊളി. കണ്ടു കഴിഞ്ഞപ്പോ ഞങ്ങക്ക് നല്ല മൂടായി. അത് ഈ ഇത് ആരാണ് എഴുതിയൊക്കെ തന്നത്? അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്? അമ്മയുടെ ഫ്രണ്ട്. അമ്മയുടെ ഫ്രണ്ടിന്റെ പേര് അമ്മയാണെന്ന് തോന്നല്ലോ വലിയ വൈബ്. എല്ലാത്തിലും അമ്മയെ കുറിച്ചാണല്ലോ ഇതിൽ ഫുള്ള് പറഞ്ഞേക്കുന്നത്. അമ്മ ഇല്ലാണ്ട് എന്ത് കണ്ടന്റ്? അതെ. അടിപൊളി അടിപൊളി. ഓ എന്നാ അമ്മയെ കൂടെ ഒന്ന് വിളിച്ചാലോ നമുക്ക്? ആ അമ്മ എവിടെ? നമസ്കാരം. നമസ്കാരം. പേരെന്താണ്? അർഷ. ഹസ്ബൻഡ് അച്ഛന്റെ പേരെന്താണ്? സുധീഷ്. സുധീഷ്. എന്ത് ചെയ്യണം സുധീഷ്? ചേട്ടൻ ആർമിയിലാണ്. അപ്പൊ അമ്മക്ക് ജോലി ഉണ്ടാ? ഇല്ല, ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. ഒരു മോളാണ്? ഒരു മോളേ ഉള്ളൂ. എന്തിനാണ് ഇനി കൂടുതല്? പോരെ പോരെ. അല്ല, ആരെ സ്ക്രിപ്റ്റ് എഴുതിയത്? ആ പേര് പറഞ്ഞില്ല അവരുടെ. ഷാൻ പറഞ്ഞിട്ട്. ഷാൻ. ഓക്കെ. ഷാൻ എന്ത് ചെയ്യുന്നു? സ്ക്രിപ്റ്റ് എഴുതുന്ന ആളാണോ? ഏതിനെ സ്ക്രിപ്റ്റ് എഴുതുന്ന ആളാണ്? ഹിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഈ ചാനൽ തന്നെ ചെയ്യുന്നു. ആണോ? ഓ വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ഇത് മോളുടെ സ്കൂളിലൊക്കെ ഇത് അവതരിപ്പിച്ചിട്ടുണ്ടോ? കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നിട്ട് മോണാക്ടിന് 4th ഉണ്ട് സബ് ജില്ലയില്. പിന്നെ കഥാപ്രസംഗത്തില് 2nd. ഇത് ആദ്യം സംസാരിച്ചപ്പോഴേ വളരെ സൈലന്റ് ആയിട്ട് ഇത്രയും ഒരു പിച്ചിൽ സംസാരിക്കുന്ന പോലും നമുക്ക് മനസ്സിലായില്ല. ചിന്തിച്ചതേ ഇല്ല. അതെ, സംഗതി തുടങ്ങിയപ്പോഴല്ലേ സാധനം റൂട്ടങ്ങ് മാറിയത്. ഭയങ്കര സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ. നല്ല ഭയങ്കര ഹ്യൂമർ ഉണ്ട് അതിനകത്ത്. അതിനകത്ത് നല്ല കണ്ടന്റിനകത്ത് നല്ല ഹ്യൂമർ ശരിക്കും ഫില്ല് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സക്സസ്. അത് തന്നെയല്ല, സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പാലക്കാടൻ ഭാഷയും കൂടി അതിനകത്ത് ഉള്ളത് കൊണ്ട് നമുക്ക് ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ട് തോന്നും. എനിക്ക് തോന്നുന്നത് ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ അത് കുറച്ച് ആ ഒരു നാച്ചുറാലിറ്റി ഭയങ്കര ഇഷ്ടം. അത് വരും. പാലക്കാട് പൊതുവെ ഒരു സ്ലാങ് അത് കേറി വരും. മോള് പറഞ്ഞപ്പോൾ അത് ഭയങ്കര രസമായിരുന്നത്. അത് നമ്മളെ ഈ കണ്ടന്റിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഭയങ്കര രസമായിരുന്നു. മൂടെന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും കരുതില്ല ഒരു മൂഡിനെ പിടിച്ചിപ്പോൾ എന്താ ചെയ്യാൻ പോണത്, ഒരു സന്തോഷം അല്ലെങ്കിൽ ദുഃഖം. പക്ഷെ പല മൂഡുകളുണ്ടെന്നുള്ള കാര്യം നമുക്കത് വ്യക്തമായിട്ടാ. എനിക്കൊന്ന് ആദ്യത്തെ തന്നെ ഒലക്കയുടെ മൂടുമ്പോ തുടങ്ങിയിട്ടുള്ള ഹ്യൂമർ അവസാനം വരെ ഉണ്ടായിരുന്നട്ടാ. ഗംഭീരമായിരുന്നു. മോളെ, ഞാൻ 2-3 കാര്യങ്ങളുണ്ട്. എന്നാലും ആദ്യം ഒരു കാര്യം ചോദിക്കാം. മോള് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞങ്ങളെ അല്ലെ എന്നെ പാലക്കാട് വെച്ച് കണ്ടാൽ പാലക്കാട് സ്ലാങ്ങിൽ എന്തായിരിക്കും ചോദിക്കുന്നത്? നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരണ്ട. നിങ്ങൾ കുറച്ചും കൂടെ പറ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ മലമ്പുഴയ്ക്ക് പോവാന്ന്. വാന്ന് നിങ്ങള്. നമുക്ക് നല്ല വിശേഷം. നിങ്ങൾക്ക് എന്ത് വിശേഷം? നമുക്കൊരു വിശേഷം. ചൂട് കൊണ്ട് ജീവിക്കണം. നിങ്ങള് നമ്മളെല്ലാരും നിങ്ങളുടെ വീട്ടിൽ വന്നാ നിങ്ങൾ എന്ത് തരും നമുക്ക്? നമ്മളൊന്നും തരാന്നില്ല. കടയിൽ പോയി കഴിച്ചോളി. നിങ്ങൾ വന്നപ്പോ തുടങ്ങിയാണല്ലോ ഒന്നും തരൂല. ചീത്ത സാധനങ്ങൾ മാത്രം നമുക്കല്ലേ. എന്താ ചിക്കൻ എന്തായിരുന്നു പറഞ്ഞല്ലോ. മോളെ, 2-3 കാര്യം. ഒന്ന്, ഈ
മോള് കൊല്ലത്തെ പറ്റി പറഞ്ഞില്ലേ, ഞാൻ ഒരു കൊല്ലം ജില്ലക്കാരനാ. ശരിക്കും കൊല്ലത്തെ പറ്റി എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഭാഗത്തുള്ളവരൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ പാവങ്ങളാ മോളെ, നല്ല മനുഷ്യരാണ്. എനിക്ക് നല്ലതായിട്ട് പറഞ്ഞു. അറിയാം. അതെന്താണെന്നറിയാം മോളെ, ഞങ്ങൾ കുറച്ച് ഇമോഷണലി എടുക്കും കാര്യങ്ങളെ. ഇപ്പം എനിക്ക് മോളെ ഇപ്പോൾ ഇവിടെ വെച്ച് പരിചയപ്പെട്ടു. ഒരു കൊല്ലംകാരൻ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ കൊല്ലംകാർ കുറച്ച് കൂടുതലാണ്. മോളോട് നമുക്ക് ഭയങ്കര ഒരു വാത്സല്യമായിരിക്കും കൂടുതൽ. അപ്പം നാളെ മോളുടെ ഒരു വിഷയത്തെ നമ്മൾ ഈ കൊല്ലംകാരെടുക്കുന്നത് വൈകാരികമായിട്ടായിരിക്കും. മോക്കൊരു പ്രശ്നം ഉണ്ടായാൽ ഞങ്ങളപ്പോൾ അതിനെ പ്രതികരിക്കുക, അല്ല മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന് അങ്ങോട്ട് പരിപാടിയില്ല. കൊല്ലത്തുകാരുടെ കാര്യം മനസ്സിൽ വെച്ച് പെരുമാറുന്നവരല്ല. ലോകത്ത് ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാത്ത ആരെയാണ്? മനസ്സിൽ വെച്ച് പെരുമാറുന്നവരെയാണ്. കാരണം അവർ പുറത്ത് കാണിക്കത്തില്ല. പക്ഷെ കൊല്ലക്കാരെ സംബന്ധിച്ച് അവർക്ക് മനസ്സിൽ വെച്ചുള്ള പരിപാടിയില്ല. ഉള്ള കാര്യം നേരെ വാ നേരെ പോ എന്ന് പറയും. നല്ല ജില്ലയാണ് കൊല്ലം. അൽക്കയുടെ അമ്മയാണ് ഇനി സംസാരിക്കേണ്ടത്. എന്താണ് മകളെക്കുറിച്ച് പറയാൻ? മകളുടെ എങ്ങനെയുള്ള രംഗപ്രവേശനം, ഏത് ക്ലാസ് മുതലാണ് തുടങ്ങിയത്, തുടക്കം എന്തായിരുന്നു? സ്റ്റാൻഡപ്പ് കോമഡി ആയിരുന്നോ, മോണാക്ട് ആയിരുന്നോ, കഥാപ്രസംഗമായിരുന്നോ? അതൊക്കെ കേൾക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം, ഓഡിയൻസിനും. അവൾ ചെറുപ്പം തൊട്ട് ഭയങ്കര എല്ലാ കാര്യത്തിലും ആക്റ്റീവായിരുന്നു. അപ്പോൾ ഞാൻ മാക്സിമം അവളെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ സ്കിറ്റാണ് ആദ്യം ചെയ്തത്, സ്റ്റാൻഡപ്പും രണ്ടെണ്ണം ചെയ്തിട്ടുള്ളൂ. പിന്നെ അവൾ സിനിമയിൽ ചെറിയ ചെറിയ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ അത് വേറെ ദിവസത്തേക്ക് മാറ്റി വെച്ചു. പാലക്കാട് തന്നെയായിരുന്നു ഷൂട്ട്, അത് വേറെ ദിവസത്തേക്ക് അത് മാറ്റി വെച്ചിട്ടുണ്ട്. വേറെ സിനിമയിൽ അഭിനയിച്ച് നല്ല കാര്യങ്ങളൊക്കെ സുമതി വളവിലുണ്ടായിരുന്നു. സുമതി വളവില ആ ചെറിയ സീനാണ്, വലുതല്ല. കുഴപ്പമില്ല. പിന്നെ തലവരിയിലുണ്ടായിരുന്നു. എല്ലാം ചെറിയ ചെറിയ സീനല്ല, വലിയ ചെറിയ സീനുകളിലൂടെയാണല്ലോ വലുതാ നമ്മള് കൂടുതൽ ഉയരങ്ങളിലേക്ക് വരുന്നത്. മോക്ക് സ്റ്റേജ് ഫിയർ മാറി. ആൾക്കൊക്കെ എന്താവണം എന്നാണ് ആഗ്രഹം? പഠിച്ചു വലിയ ആളാവണം എന്നാണോ, അല്ലെങ്കിൽ കലാകാരി ആവണം എന്നാണോ? ടീച്ചർ ആവണം, ആക്ട്രസ് ആവണം, ഡാൻസർ ആവണം. ഇത് അച്ഛനോടൊക്കെ പറഞ്ഞിട്ടാണ്? അച്ഛൻ വിളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടാ ഞങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്, ഫ്ലവേഴ്സിൽ പോകുന്നുണ്ട്. അപ്പൊ അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛൻ പട്ടാളക്കാരനല്ലേ? സ്ഥലത്താണ് മിലിറ്ററി, ഡെറാഡൂണിലാണ്. അവിടെ ഇപ്പം നല്ല മഴയും മഞ്ഞൊക്കെ ആയത് കാരണം ഫോണും കറണ്ടൊന്നും ഇല്ല. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആവും. പിന്നെ വിളിച്ചാൽ കിട്ടില്ല. ജസ്റ്റ് ഇപ്പൊ കയറുന്ന സമയത്ത് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഡെറാഡൂണിലുള്ള മോളുടെ അച്ഛന് ഞങ്ങളുടെ ഒരു ബിഗ് സല്യൂട്ട്. കാരണം നമ്മളെപ്പോഴും മിലിറ്ററിയിലുള്ളവരെ ബഹുമാനിക്കണം. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നത് ആൾക്ക മനസ്സിൽ വിചാരിച്ച പോലെ ഒരു ടീച്ചർ ആവട്ടെ, ഒരു ഡാൻസർ ആവട്ടെ, വലിയൊരു കലാകാരി ആവട്ടെ, അല്ലേ? തീർച്ചയായിട്ടും. എല്ലാ പ്രാർത്ഥനകളും മോളെ ഒത്തിരി ഉയരങ്ങളിലേക്ക് പോട്ടെ. പ്രസാദാ പറ. അപ്പം എല്ലാ ആശംസകളും കേട്ടോ നേരുന്നു. ഈ വേദിയിൽ വന്നവരൊക്കെ ഹൈ ലെവലിലോട്ട് കയറി പോയിട്ടുണ്ട്. അപ്പം എല്ലാ ആശംസകളും മോൾക്ക് തരുന്നു ഞങ്ങൾ എല്ലാവരും. ഓക്കെ. അപ്പോ ഹരി പ്രസാദ് ഏട്ടാ, അടുത്ത് വിടുന്ന ആരാണെന്നറിയാമോ? ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകളാണ് വിടാൻ പോണത്. ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ്. ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ പെർഫോമൻസ്. കണ്ടിട്ടുണ്ടോ? മിടുക്കർ പിള്ളേര്. നേരിട്ട് കാണണ്ടേ? കാണണം. വിളിക്കട്ടെ? അനിരുദ്ധ്, അനന്യ, തീർത്ഥ. ഒരു പാട്ട് മൂളാം കാതിൽ, ഈ കണ്ണാൽ ചുണ്ടിൽ നെഞ്ചിൽ തേനും മധുരം ഞാൻ. I love you, I love you, I love you, mummy. I love you, I love you, I love you, mummy. തളർന്നു. പിന്നെ ഈ വരുന്ന 25-ാം തീയതി എന്റെ അമ്മയുടെ പിറന്നാളാണ്. എല്ലാരും വരണം കേട്ടാ. നീതു, നീ എല്ലാരോടും എങ്ങോട്ട് വരണമെന്നായി പറയുന്നേ? അമ്മ, ഈ വരുന്ന 25-ാം തീയതി അമ്മയുടെ 60ാമത്തെ പിറന്നാളല്ലേ? 60 വയസ്സ് നിന്റെ തളക്കടി. അതല്ലേ ഞാനും പറഞ്ഞു. അയ്യോ എടി, 60 വയസ്സൊക്കെ ഒന്ന് പറയടി. ഈ നാട്ടുകാർ കേട്ടെങ്കിൽ എനിക്ക് നാണക്കേടാടി. ഞാനിവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞിരിക്കുന്നേ എനിക്ക് 46 വയസ്സൊന്നാടി. അതുകൊണ്ട് പിറന്നാൾ ആഘോഷം ഒന്നും ഇവിടെ വേണ്ട. അതിന് ഞാൻ എല്ലാരെയും വിളിച്ച് പറഞ്ഞല്ല. എല്ലാവരും വിളിച്ച് പറഞ്ഞോ? പെറ്റ തള്ള ഇങ്ങനെ ദ്രോഹിക്കാതെടി. എടി, നീ ആ തെക്കേലെ കമലയോട് പറഞ്ഞോ? പറഞ്ഞു. അയ്യോ, ഞാൻ അവരെ ചേച്ചി നാടി വിളിക്കാറ്. 47 വയസ്സുള്ള കമലമ്മേ ചേച്ചി എന്ന്. പിന്നെ 53 വയസ്സുള്ള നിന്റെ അച്ഛനെ ഞാൻ ചേട്ടാന്ന് വിളിക്കുന്നത്. പിന്നെയാണോ 43 വയസ്സുള്ള കമല? എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ പിറന്നാൾ ഞാൻ ആഘോഷിച്ചിരിക്കും. പെണ്ണെ, നിനക്ക് പിറന്നാൾ ആഘോഷിക്കണം എന്ന് അത്ര ആഗ്രഹമാണോ? അങ്ങനെയാണെങ്കിൽ ഒരു ഡിമാൻഡ് ഉണ്ട്. എന്ത് ഡിമാൻഡ്? പിറന്നാളൊക്കെ നമുക്ക് ആഘോഷിക്കാം, പക്ഷേ എന്റെ 46ാമത്തെ പിറന്നാളാന്ന് പറഞ്ഞിട്ട് വേണം ആഘോഷിക്കാൻ. 46? അതൊന്നും പറ്റത്തില്ല. 46 അര. 47 ഫിക്സ്. എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ പിറന്നാൾ ഞാൻ ആഘോഷിച്ചിരിക്കും അമ്മ. ഓഹോ, അപ്പൊ എല്ലാം നിന്റെ സ്വന്തത്തിന് ചെയ്യാനാണെങ്കിലേ ഞാൻ ഇന്ന് തന്നെ എവിടെയെങ്കിലും പോയി ചാവടിയോ? അമ്മ എന്തിനാണ് ചാവണത്? 60 വയസ്സായെന്ന് നാട്ടുകാർ അറിയോന്ന് ഓർത്താണ്
അമ്മ ചാവണത്. അമ്മ ചത്ത് കഴിഞ്ഞാ ഫ്ലെക്സ് അടിക്കുമ്പോ അതില് വയസ്സ് വരും, പത്രത്തിൽ കൊടുക്കുമ്പോ അതിലും വയസ്സ് വരും. പിന്നെ ഈ ലോകത്തെ എല്ലാരും അമ്മേരെ പ്രായം അറിയും. അതിനേക്കാളും വിളിച്ചിട്ട് വരുന്നവര് മാത്രം അറിഞ്ഞാ പോരെ. അയ്യോ, നീ കാരണം എനിക്ക് സമാധാനത്തോടെ ചാവാൻ പോലും വയ്യല്ലോടി. പിന്നെ അമ്മയ്ക്കൊരു സർപ്രൈസ് ഉണ്ട്. കഴിഞ്ഞില്ലേ? ഇല്ല, അമ്മേരെ പടം വരയ്ക്കാൻ ഒരാൾ വരുന്നുണ്ട്. എന്തിന്? അമ്മ ഈ വരുന്ന 25-ാം തീയതി അമ്മയുടെ പിറന്നാളല്ലേ? എങ്ങനെയാ പടം വരയ്ക്കുന്നറിയോ? കൈ കൊണ്ടായിരിക്കും അല്ലേ? ഈ കോമഡി കേട്ട ഇവർക്കൊക്കെ അറിയാം അമ്മയ്ക്ക് 60 വയസ്സാണെന്ന്. അതെങ്ങനെ? ചീഞ്ഞ സാധനങ്ങളല്ലേ വായിന്ന് വരുന്നേ. അമ്മ, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാ പടം വരയ്ക്കുന്നേ. ആദ്യം ബോർഡിൽ പശ തൂക്കും, എന്നിട്ട് പൊടി എടുത്തിടും. അപ്പം വരെ പടമാകും. അമ്മ പടാവോ? അമ്മ പടമാവോന്നല്ല, അമ്മയുടെ പടമാവോന്ന്. എന്നിട്ട് പിറന്നാൾ വരുന്നവരെയൊക്കെ ഞാൻ അത് കാണിക്കും. എന്താ മിണ്ടായിക്കുന്നേ? അതെ, നീ ജനിച്ചപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷം ഞാനാ. അന്ന് എന്തിനാ സന്തോഷം എന്ന് ആലോചിക്കായിരുന്നു എന്റെ ഭഗവാനെ. ആരോ വിളിക്കുന്നു, നോക്കട്ടെ. ഹലോ, അതെ, അക്കളമ്പൊരു പള്ളി കഴിഞ്ഞിട്ട് 4ാമത്തെ വീടാണ്. ആ ശരി ശരി ശരി. അയ്യോ, എനിക്ക് ശീഘ്രം പറയും. അമ്മ വരയമ്പൊലി വരുന്നു. അയ്യോ, വരയമ്പൊലിക്കാണോടി നീ വീടിന് വഴി പറഞ്ഞു കൊടുത്തത്? കാട്ടുള്ള വരയമ്പൊലി അല്ല അമ്മ. ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ പടം വരയ്ക്കാൻ ഒരാൾ വരുമെന്ന്. പടം വരയ്ക്കുന്ന കാര്യത്തിൽ അയാൾ ഒരു പുലി തന്നെ, വരയമ്പുലി എന്ന് അറിയപ്പെടുന്നു. ഓ, അവളുടെ ഒരു വരയമ്പുലി. പിന്നെ മോളെ, ഇനി അവനോട് കൂടി എന്റെ 60 വയസ്സായെന്ന് പറഞ്ഞേക്കണ്ടേടി. ഇല്ലമ്മ, പറയത്തില്ല. അതെ, ഞാൻ നേരത്തെ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നേ. നമസ്കാരം, ഞാൻ മണിയൻ. മടിയനാണെന്ന് സ്വന്തമായിട്ട് നിങ്ങൾ പറയുവാണോ? അയ്യോ, മടിയനല്ല, മണിയൻ എന്റെ പേരാണ് പറഞ്ഞത്. വരയ്ക്കുന്ന കാര്യത്തിൽ ഞാനൊരു പുലിയാണ്. വരയം പുലി എന്നാണ് അറിയപ്പെടുന്നത്. അറിയാം. ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചായിരുന്നു. ആ, ഇവിടെ ഇരിപ്പുണ്ടല്ലേ. ഓക്കെ. പിന്നെ ചേട്ടാ, അമ്മയുടെ പടമാണ് വരയ്ക്കേണ്ടത്. പിറന്നാളിന് വരുന്നവരൊക്കെ ആ പടം കൊണ്ട് ഞെട്ടണം. പടം കൊണ്ട് ഞെട്ടണമെങ്കിൽ നമുക്ക് അമ്മയുടെ പടം വരയ്ക്കണ്ട, ഒരു പ്രേതത്തിന്റെ പടം വരച്ചാലും. പിറന്നാളിന് വരുന്നവർക്ക് ആ പടം കൊണ്ട് ഇഷ്ടപ്പെടണമെന്ന്. ഇഷ്ടപ്പെടണമെങ്കിൽ നമുക്കൊരു ലവ് ചിഹ്നം വരച്ചു വെച്ചാലോ? കുട്ടിക്ക് പടം വര. വടംവലിയോ? വടംവലിയല്ല, പടം വരയ്ക്കുന്നത് ഇഷ്ടമാണോ? ശ്രമിച്ചിട്ടില്ല. ഇവിടെ കൈയൊന്ന് കാണിക്കൂ. എനിക്ക് കൈ കണ്ടാലറിയാം ഒരാൾ പടം വരയ്ക്കൂല്ലോ. അയ്യോ, എനിക്ക് വയ്യ. ഇത് കണ്ടോ? ഇതാണ് സംഗീതരേഖ, ഇത് നൃത്തരേഖ, ഇത് പടം വര രേഖ. പിന്നെ ചേട്ടൻ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ചേട്ടൻ എങ്ങനെ ഈ പടം വരയ്ക്കാനൊക്കെ പഠിച്ചേ? അത് പറഞ്ഞ എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാ. എന്റെ മുത്തച്ഛൻ രാജാവിന്റെ പടമൊക്കെ വരച്ചിട്ടുണ്ട്. പാവം, വരച്ചു വരച്ചു മരിച്ചു. കൊരച്ചു കൊരച്ചു മരിച്ചെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെങ്ങനെയാ വരച്ചു വരച്ചു മരിക്കുന്നേ? അയ്യോ, അതല്ല കൊച്ചേ. രാജാവ് ഒരു ദിവസം മുത്തച്ഛനോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ രാജ്കുമാരന്റെയും ഒരു പടം വരയ്ക്കണം. കേട്ട വാതി കേൾക്കാത്ത വാതി. മുത്തച്ഛൻ ബ്രഷും പെയിന്റും എടുത്തു, പടം വര തുടങ്ങി. പടമൊക്കെ വരച്ചു കഴിഞ്ഞപ്പം അവിടെ കൂടെ മന്ത്രി വന്നു. മന്ത്രി പടത്തിൽ നോക്കിയിട്ട് പറയുക, മരക്കൊമ്പയിലിരിക്കുന്ന കൊരങ്ങനും കൊരങ്ങാകുഞ്ഞും നന്നായിട്ടുണ്ടാവും. കേട്ടതും രാജാവ് വാലെടുത്ത് മുത്തച്ഛന്റെ തലക്കിട്ടാണ് വെട്ടിയത്. പക്ഷെ എന്തോ പറയാൻ, ഇതാണ് കുഴപ്പം. അമ്മ, ഇതാണ് വരയപ്പുലി. ഈ കഴുതപ്പുലിയോ? കഴുതപ്പുലിയോ? എന്റെ സ്റ്റാറ്റസിനെയാണ് ഇവരില്ലാതാക്കിയത്. നിങ്ങൾക്കറിയാമോ, എന്റെ അച്ഛനും ഇവരും മാത്രമേ എന്നെ കഴുതപ്പുലിന്ന് വിളിച്ചിട്ടുള്ളൂ. ഞാൻ ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. അമ്മ അറിയാതെ പറഞ്ഞതാ. ഞാൻ അറിഞ്ഞോണ്ട് തന്നെ പറഞ്ഞതാ. അല്ല, അമ്മ അറിയാതെ പറഞ്ഞതാ. കണ്ട, അവരറിഞ്ഞോണ്ട് പറഞ്ഞേ. എന്റെ പൊന്നു ചേട്ടാ, ഒന്ന് ക്ഷമിക്ക്. എനിക്ക് വേണ്ടിയെങ്കിലും ഒന്ന് വരയ്ക്ക് പ്ലീസ്. കൊച്ചിന് വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ വരയ്ക്കാം. കൊച്ചിന് അമ്മയുടെ കസേരയിലോട്ടിരിക്കാൻ പറയൂ. അമ്മ നാടിരിക്കമ്മ. നീ മാറിയിരടി അങ്ങോട്ട്. ചെറുക്കാൻ, നിന്റെ വീട് എവിടാടാ? കസ്റ്റമേഴ്സിന് അഡ്രസ് കൊടുക്കാറില്ല, ഓൺലി ഫോൺ നമ്പർ. അയ്യോ, അതെന്താ? ചീത്ത വിളിക്കാൻ ഫോൺ നമ്പർ പോരെ, വെറുതെ അഡ്രസ് കൊടുത്ത് വീട്ടിൽ ഒന്ന് അടിമേടിച്ചല്ലോ എന്നാലും. ഇവനെ കണ്ടിട്ട് എന്തൊക്കെയോ ഉടായിപ്പോള്ളത് പോലുണ്ട്. നീ മൊത്തത്തിൽ എത്ര പടം വരച്ചിട്ടുണ്ട്? 3000-നടുത്ത്. അടുത്തെന്ന് പറയാത്ത കൃത്യം പറ. എന്നാ 3000-നകലെ. അതാവുമ്പോ കൃത്യം പറയണ്ടല്ലോ. അല്ല, എന്തിനാ ഈ പൊടിയും പശയൊക്കെ? അന്ന് പറഞ്ഞാൽ ഞാൻ പശയ്ക്ക് വരച്ചിട്ട് പൊടി എടുത്തെറിയും, അപ്പൊ പടം കിട്ടും. പടം കിട്ടിയില്ലെങ്കിൽ പണി കിട്ടും. അമ്മ, അമ്മയ്ക്കറിയാമോ, അമ്മ ചേട്ടന് പടങ്ങളൊക്കെ ഒന്ന് കാണണം. അയ്യോ, എന്തിന്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് കാണണമെന്ന് പറയുമായിരുന്നു. ഞാൻ വരച്ച പടങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശസ്തി കിട്ടിയ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രശസ്തി കിട്ടിയത് നേരമ്പോക്കിനായിരുന്നു. നേരമ്പോക്കിന്? പിന്നെ ഞാൻ നേരമ്പോക്കിന് വരച്ച പടത്തിനല്ലായിരുന്നു എനിക്ക് 16 അവാർഡ് പഞ്ചായത്തിൽ നിന്നും 5 സ്വീകരണം അംഗൻവാടിയിൽ നിന്നും കിട്ടിയത്. പിന്നെ ചേട്ടാ, അതേ ചിത്രമാ?
ഉപ്പുമാവ് തിന്നുന്ന കാക്ക. ഉപ്പുമാവ് തിന്നുന്ന കാക്കയോ? ചെറുക്ക അതൊക്കെ പോട്ടെ, വിട്. നീ എന്റെ പടം വരയ്ക്കുമ്പോ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. എന്നതാ? എന്നെ അതിൽ കണ്ട 46 വയസ്സിൽ തോന്നിക്കാൻ പാടും. അപ്പൊ ഓക്കെ, ഞാൻ പോയിട്ട് 14 വർഷം മുമ്പേ വരാം. പിന്നെ 60 വയസ്സുള്ള നിങ്ങളെ നോക്കി വരയ്ക്കുമ്പോ 60 വയസ്സേ തോന്നിക്കുള്ളൂ. എങ്ങനെ 46 വയസ്സ് തോന്നിക്കാനാണ്? നീയും കൂടെ എന്നെ 60 വയസ്സെന്ന് പറഞ്ഞ തളർത്താളടാ. ഈ അമ്മയെ കൊണ്ട് അവിടെ ഇരുത്ത്. അമ്മേ ഒന്നങ്ങോട്ടിരിക്കൂ. നീ പാടാർക്ക. അമ്മ അവിടെ ഇരി അമ്മ. സിന്ദൂര പൊട്ടു തൊടുമ്പോൾ ഈ നല്ല നെറ്റിയിലെന്നും സൂര്യൻ ഉദിച്ചിരുന്നു, പണ്ടെന്നും സൂര്യൻ ഉദിച്ചിരുന്നു. വാത്സല്യ തിരയിളകും ഈ സ്നേഹക്കടലിലെന്നും ചിപ്പി വിളയുമല്ലോ, കരുണതൻ മുത്തുപൊഴിയുമല്ലോ. ഓണനിലാവല്ലേ അമ്മയെന്നും നന്മ മലരല്ലേ, ആരെ കണ്ടാലും അവരെല്ലാം അമ്മയ്ക്കു കുഞ്ഞുങ്ങൾ. ഞാനും ഈ അമ്മയ്ക്ക്. ഓക്കെ, അപ്പൊ എല്ലാരും ഞെട്ടാ റെഡിയാക്കോ. പൊടി എറിയാൻ പോവും. പൊടി എറിയാൻ വരട്ടെ. എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നതാ? പടം കറക്റ്റല്ലെങ്കിൽ നമ്മള് പൈസ തരത്തില്ല. അതെ, 46 വയസ്സിൽ നിന്ന് 1 വയസ്സ് കൂടിയ പൈസ തരത്തില്ല. അങ്ങനെയാന്നല്ലേ? കൊച്ചങ്ങോട്ട് മാറിയില്ലേ? അമ്മേ വാ. കണ്ണടച്ചു വെച്ചോ, ഞാൻ ഇപ്പൊ പൊടി എറിയും. എങ്ങോട്ട്? മുഖത്തോട്ട്. മുഖത്തോട്ടോ? അയ്യോ, സംഭവം അങ്ങനെയല്ലല്ലോ. ആദ്യം മോഡൽ പശ തെച്ചിട്ട് പൊടി എറിയുമ്പോ പടം വരുന്നേല്ലേ? അയ്യോ, അതൊക്കെ വലിയ വലിയ ആൾക്കാര്. ഞാൻ എന്ത് ചെയ്യും പറയും, ഈ ബോർഡ് മുഴുവൻ പശ തേക്കും, എന്നിട്ട് അമ്മേരെ മുഖത്തോട് പൊടി എറിയും, എന്നിട്ട് ഈ അമ്മേരെ മുഖം കൊണ്ട് ഈ ബോഡിയിൽ ഒപ്പി കഴിയുമ്പോ പടം കിട്ടും. ബോഡി കൊണ്ട് ഒപ്പി വെക്കാൻ എന്റെ മുഖം എന്താണോ, സീനാണോ? എവിടുന്ന് കിട്ടിയാലും നിനക്ക് ഈ വരയും പുലിയെ? വേഗം ഇറക്കി വിട്ടോ ഇവനെ, ഇല്ലെങ്കിൽ ഞാൻ ഇവനെ ഇപ്പൊ മാൽമാക്രിയാക്കും. വേണ്ട. അപ്പൊ ശരി, ഇറങ്ങി പോടാ അവിടുന്ന്. നിനക്കുള്ളത് ഞാൻ പിന്നെ തരാം കേട്ടാ. വേണ്ടമ്മ. അമ്മ, വന്ന തിരക്കിൽ ഒരു കാര്യം പറയാൻ പറഞ്ഞു. അയ്യോ, എന്താ? 60ാം പിറന്നാൾ ആശംസകൾ. അനന്യ, അനിരുദ്ധ തീർത്ത, നമുക്ക് എങ്ങനെയുണ്ടായെന്ന് ചേട്ടന്മാരോട് ചോദിക്കാം. പ്രസാദ് ചേട്ടാ ഒന്ന് പറയൂ. കുട്ടികളെ, നിങ്ങളുടെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. നല്ല പെർഫോമൻസ്, നല്ല ലൈഫായിരുന്നു. അനന്യ നല്ല രസമായിട്ട് ലൈഫായിട്ട് കളിച്ചു. എക്സ്പ്രഷൻസ് ഒക്കെ ഗംഭീരമായിരുന്നു. പക്ഷെ നിങ്ങളുടെ ഒരൊറ്റ പ്രശ്നം വേറൊന്നുമില്ല, കോമഡി കുറവായിരുന്നു. നിങ്ങൾ മുമ്പൊക്കെ അവതരിപ്പിക്കുമ്പോൾ നമ്മളൊക്കെ കമഴ്ന്ന് കടന്ന് ചിരിച്ചിട്ടുള്ള ഒരുപാട് സ്കിറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്, നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ട് നിങ്ങളിവിടുന്ന്. അപ്പം അങ്ങനെ കോമഡിയുടെ ഒരു സൈഡ് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് കോമഡിയാണല്ലോ ഈ വേദിയിൽ. അപ്പോൾ പെർഫോമൻസും വേണം. അപ്പോൾ കോമഡിയുടെ സൈഡിൽ വളരെ കുറഞ്ഞു പോയി എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു മൈനസ് പോയിൻ്റ് ആയിട്ടുള്ളത്. പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സബ്ജക്റ്റാണ്, പ്രായമാവും തോറും പ്രായമാകാതിരിക്കാൻ, പ്രായമായത് പുറത്തറിയാതിരിക്കാനുള്ള ഒരു വിഷമവും വ്യഗ്രതയൊക്കെ ഉണ്ടാകും. അതാണ് നിങ്ങളുടെ അടുത്ത സബ്ജക്റ്റ്. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി ഹ്യൂമറായിട്ട് ബേസ് ചെയ്തിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ചിരിക്കാനുള്ള, ഇതൊരു ലൈഫാണ്. ലൈഫിലെല്ലാവരും ഒരു വേദനയാണ് ശരിക്കും പറഞ്ഞാൽ പ്രായമാകുമ്പോൾ. അപ്പോൾ ആ വേദനയല്ല അത് കോമഡി ആക്കി എടുക്കേണ്ടതായിട്ടുള്ളൊരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതല്ല വേണ്ടത്. ചിരിക്ക് അതെങ്ങനെ പറഞ്ഞാലും അതിനകത്ത് ചിരി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് സംശയമാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി ഹ്യൂമർ കുറച്ചുകൂടെ കൊണ്ടുവരുന്ന രീതിയിലുള്ള സംഭവങ്ങൾ തരാനായിട്ട് ഗ്രൂമേഴ്സിൻ്റെ അടുത്തും പറയുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തായിട്ട് ഹരിച്ചേട്ടനോട് ചോദിക്കാം. ഹരി മകളെ, നല്ലതായിരുന്നു. എനിക്ക് ഓളോവർ അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നി. അത് ഡയലോഗ് ഡെലിവറിയിൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. പിന്നെ ഈ പ്രായം പറയാൻ മടിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്, എനിക്കൊത്തിരി അറിയാവുന്നതാണ്. പിന്നെ കുറച്ച് രസകരമായ വരച്ച് മരിച്ചു എന്ന് പറയുമ്പോൾ കുരച്ച് മരിച്ചു എന്നാക്കുക എന്നൊക്കെ പറയുന്നതും അതൊക്കെ രസകരമായിരുന്നു. ഡയലോഗ് ഡെലിവറിയൊക്കെ നന്നായിരുന്നു. പക്ഷേ എന്തോ എനിക്ക് തോന്നുന്നത് ഇതാണ്, നിങ്ങളുടെ ഒരു പ്രായത്തിനനുസരിച്ചുള്ള തമാശകളായിരുന്നു കൂടുതൽ ഉൾപ്പെടുത്തിയിരുന്നത് എങ്കിൽ അത് കുറച്ചുകൂടി മനോഹരമായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ പ്രസൻറ്റേഷൻ നല്ലതാണ്. നിങ്ങൾ എന്താണോ പറയാൻ ആഗ്രഹിച്ചത് അത് കൃത്യമായി ഓഡിയൻസിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ എത്ര കയ്യടി തന്നാലും പറ്റില്ല, അത്രയ്ക്ക് മനോഹരമായിട്ട് നിങ്ങളത് ചെയ്തിട്ടുണ്ട്. അടുത്ത തവണ നമുക്ക് കൂടുതൽ രസകരമാക്കണം. ആ മക്കളെ പറഞ്ഞുകൊണ്ട് നന്നായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. എനിക്ക് നിങ്ങളെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്കത് പറഞ്ഞാൽ തീരാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് തമാശ കുറവാണെങ്കിലും ചില വലിയ ആൾക്കാർ കളിക്കുമ്പോൾ ചിലപ്പോൾ ഡെസ്പായി പോകും. നമുക്കൊക്കെ ഉള്ളതാണ്, ഓഡിയൻസിൽ നിന്ന് ഒരു ചിരി കണ്ടില്ലെങ്കിൽ നമ്മൾ ഡെസ്പായി പോകും.
പക്ഷെ നിങ്ങളെ സമ്മതിക്കണം കേട്ടോ. കാരണം ചിരിയില്ലെങ്കിലും നമ്മൾ പഠിച്ചത് എന്താണോ, നമ്മളുടെ ഐറ്റം എന്താണോ, നമ്മൾ എവിടെയാണ് എത്തേണ്ടത്, അത് കറക്റ്റായിട്ട് കൊണ്ട് നിങ്ങൾ എത്തിച്ചിരിക്കും. അത് ഭയങ്കര നല്ല ആർട്ടിസ്റ്റുകൾക്ക് പറ്റിയ ഒരു കാര്യമാണ്. കാരണം നമ്മളൊരു തളർന്നിട്ട് കാര്യമില്ല, അത് അങ്ങനെ പോയിക്കോട്ടെ, കുഴപ്പമില്ല. കോമഡി ഇല്ലാത്തത് നിങ്ങളുടെ കുഴപ്പമില്ല, അത് ചിലപ്പോൾ എഴുതിയാക്കണവരും കണ്ടന്റൊക്കെ തന്നാക്കണവരെ കുഴപ്പമായിരിക്കുള്ളൂ. നിങ്ങൾ അത്രക്കൊന്നും എന്താണ് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്നതാണ്, അതുപോലെ തന്നെ ഈ നമ്മളെയൊക്കെ പോലെ തന്നെ കോമഡി ഉണ്ടാക്കുന്നതും കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മളെ പഠിപ്പിച്ചതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊക്കെ നിങ്ങൾ ഇനിയും വലുതാവണം. അപ്പം നമ്മളതിനകത്ത് കോമഡി ഇല്ലയെന്ന് കരുതി നോക്കണ്ട. നിങ്ങളുടെ പെർഫോമൻസ് നല്ല ഗ്രേസ്ഫുൾ തന്നെ ഇരുന്നിട്ടാ. അതെപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അങ്ങനെ തന്നെ ആവണം. തമാശ ഏറിയും കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും, അതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നല്ല ഗംഭീരം ആക്കിയാൽ മതി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ ഓക്കെ, നമുക്കിനി മാർക്കിലേക്ക് കിടക്കാം. ഹരി എത്ര മാർക്കാണ് കൊടുക്കുന്നത്? നിങ്ങൾക്ക് ഒരുപാട് പൈസ തരണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ഒരു നിയമാവലിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു 4000 രൂപ തരികയാണ്. 4000 രൂപ. ആ, ഇവന് ഞാനാണ് അടുത്ത് തരേണ്ടത്. ഞാനും ഒട്ടും കുറക്കുന്നില്ല. 4000 രൂപ രണ്ടും കൂടി അപ്പോൾ 8000 രൂപ ആയിട്ടുണ്ട്. ഇനി പ്രസാദ് ചേട്ടൻ കൊടുക്കണം. ഞാൻ അവിടെ കൊടുക്കാം. ആ, കൊടുക്ക്. അവർക്കറിയാം ഇതൊന്നും അത്രക്ക് വലിയ എമൗണ്ട് അല്ല. അടുത്ത പ്രാവശ്യം ഉണ്ടല്ലോ, നമുക്ക് ഇവരെല്ലാം ഞെട്ടിക്കണം. അടുത്ത പ്രാവശ്യം നമ്മള് നല്ല സ്കിറ്റായിട്ടൊക്കെ വരും. അതാണ് വേണ്ടത്. ഓക്കെ, അടിച്ചേറി വാ. ഓക്കെ, അടിച്ചു കയറി വാ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. പ്രസാദ് ഏട്ടാ, ഹരി, ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയിലെ ഇന്നത്തെ പരിപാടി ഏകദേശം നിർത്താറായിരിക്കുകയാണ്. ഇതിൽ നല്ല എപ്പിസോഡും നല്ല സ്കിറ്റും നല്ല തമാശകളുമായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ഗുഡ് നൈറ്റ്.